കർഷകര് അവരുടെ അതിജീവനത്തിനായിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടം ഡൽഹിയിൽ ആഴ്ചകൾ പിന്നിടുകയാണ്. ഡൽഹിയിലെ കൊടും തണുപ്പിലും തീക്ഷ്ണമായ കർഷക സമരത്തിന്റെ തീജ്വാലകൾ അധികാര കേന്ദ്രങ്ങളെ അത്യന്തം ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ രാജ്യത്ത് പലയിടങ്ങളായി ഉയർന്നു വന്ന കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങൾ അധികാര കേന്ദ്രത്തിന്റെ അടുത്തേക്ക് വളർന്നെത്തിയിരിക്കുകയാണ്. കർഷകരുടെ ആളിക്കത്തുന്ന ഈ പ്രതിരോധ സമരം പക്ഷേ കർഷകർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. കർഷകരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഈ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സർക്കാർ പുതിയതായി പാസാക്കിയിട്ടുള്ള ഈ കർഷക ബില്ലുകൾ ഈ രാജ്യത്തെ സാമാന്യ ജനങ്ങളുടെ തന്നെ ജീവിതത്തെയും നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെയും ജനാധിപത്യ അവകാശങ്ങളെയും എന്തിന് രാജ്യത്തിന്റെ ഭാവിയെ തന്നെ നിർണയിക്കുകയും ബാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് കർഷകർ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും വിവിധ ജീവിത തുറകളിലുള്ള ജനവിഭാഗങ്ങൾ ഈ സമരത്തിന് പിന്തുണ നൽകുന്നതും വിവിധ രീതികളിൽ അതിന്റെ ഭാഗമാകുന്നതും. ഈ പുത്തൻ കാർഷിക നിയമങ്ങളുടെ ദൂരവ്യാപകമായിട്ട് ഭവിഷ്യത്തുകൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും തുറന്നു കാട്ടപ്പെടുകയും വേണം. ഇപ്പോഴും വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിൽ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ് ഈ ബില്ലിൽ അടങ്ങിയിരിക്കുന്നത്, എങ്ങനെയാണ് അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നതിനെ പറ്റി വളരെ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇന്ത്യയിലെ കാർഷിക മേഖലയെ വളരെ വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം കർഷകരെ മുഴുവൻ ദുരിതത്തിലാക്കി ഏതാനും ചില കുത്തക കമ്പനികൾക്ക്, അഗ്രോ കോർപ്പറേറ്റ്സിന്, കാർഷിക മേഖലയിലുള്ള കുത്തക കമ്പനികൾക്ക് താലത്തിൽ വെച്ച് ദാനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ശ്രമങ്ങളാണ് ഈ 3 കാർഷിക ബില്ലുകളുടെ രൂപത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഭീഷണിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ബില്ലുകൾ തങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തും എന്ന തിരിച്ചറിവിൽ നിന്നാണ് കർഷകർ അതിശക്തമായ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ നിയമങ്ങളുമായി ഇത്ര ധൃതിയിൽ, അതും രാജ്യം കോവിഡ് മഹാമാരി അതിനെതിരെയുള്ള പ്രതിരോധത്തിലും ജാഗ്രതയിലുമായിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ ജനാധിപത്യ രീതികളെയും കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ട് എന്തിനാണ് ഇത്ര ധൃതിയിൽ നടപ്പിൽ വരുത്താൻ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ഒരു പ്രധാന ചോദ്യമാണ്. ഈ ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തിനാണ് സർക്കാർ ഇത്ര ധൃതി പിടിച്ചിട്ട് ഈ ബില്ലുകൾ ഇപ്പോ അവതരിപ്പിച്ചത് എന്ന്? എന്തായിരുന്നു ഇതിന് പിന്നിലെ ചേതോവികാരം? കാത്തു നിൽക്കാൻ കഴിയാത്ത, അടുത്ത 4, 6, 8 മാസത്തേക്ക് കാത്തു നിൽക്കാൻ കഴിയാത്ത എന്ത് അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നമാണ് ഈ ബില്ലുകളെ ഇപ്പോൾ തന്നെ അവതരിപ്പിക്കാൻ കാരണമാക്കിയത്? അത് വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ബില്ലുകളെ മനസ്സിലാക്കുന്നതിന് ആ ചോദ്യത്തിന്റെ ഉത്തരം തേടുക എന്നത് വളരെ പ്രധാനമാണ്. ഇതിന്റെ ഉത്തരത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ ബില്ലുകളെ കുറിച്ച് നീതി ആയോഗ് നൽകിയ വിശദീകരണത്തിലുണ്ട്. നമുക്കറിയാം, പഴയ പ്ലാനിംഗ് കമ്മീഷനാണ്, ഇപ്പോഴത്തെ സർക്കാരിന്റെ ഉപദേശക നയരൂപീകരണ സമിതിയാണ് നീതി ആയോഗ്. നീതി ആയോഗ് ഈ ബില്ലുകളെ കുറിച്ചുള്ള വിശദീകരണം നൽകുന്നത് അതിൽ എന്താണ് ഈ ബില്ലിന്റെ പിന്നിലുള്ള അജണ്ട എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. പുതിയ കാർഷിക നിയമങ്ങളുടെ പിന്നിലുള്ള സർക്കാരിന്റെ യഥാർത്ഥ താല്പര്യം എന്ത് എന്ന് അത് വെളിവാക്കുന്നുണ്ട്. നീതി ആയോഗ് പറയുന്നത് ഇങ്ങനെയാണ്: രാജ്യത്ത് ഇപ്പോൾ ധാന്യങ്ങളുടെ വർദ്ധിച്ച മിച്ച ഉത്പാദനമാണ്. അവ കുമിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഒരുപാട് സർപ്ലസ് ആണ്, ലാർജ് സർപ്ലസ് ഓഫ് ഗ്രെയിൻസ്. ധാന്യങ്ങൾ കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് മിച്ച ഉത്പാദനം കൊണ്ട്. പക്ഷേ നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ് എന്നതുകൊണ്ട് അവ അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കുന്നതിന് പ്രയാസം നേരിടുന്നു. പിന്നെ ഓവർസീസ് മാർക്കറ്റിൽ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ് എന്നുള്ളതുകൊണ്ട്. ഇപ്പോഴത്തെ ഉൽപാദനവും ആഭ്യന്തര ആവശ്യവും തമ്മിൽ താരതമ്യം ചെയ്താൽ രാജ്യത്തുണ്ടാവുന്ന കാർഷികോൽപ്പന്നങ്ങളുടെ 20 മുതൽ 25% വരുന്ന വർഷങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കണം.
ഇത് നീതി ആയോഗിന്റെ ഈ ബില്ലിനെ കുറിച്ചുള്ള ആമുഖത്തിൽ വിശദീകരണത്തിൽ പറയുന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതും ഇത് അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കണം എന്നതും, എന്നാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ് എന്നതുകൊണ്ട് അതിന് കഴിയുന്നില്ല എന്നുമാണ് നീതി ആയോഗ് പറഞ്ഞു വെച്ചത്. അതായത് മിച്ചമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിൽ വിറ്റ് ലാഭം കൊയ്യാനുള്ള അവസരത്തിലാണ് സർക്കാരിന്റെ കണ്ണ്. ആ അവസരം വേണ്ടുവോളം ഉപയോഗിച്ച് പരമാവധി ലാഭം കൊയ്യാനുള്ള അവസരം കോർപ്പറേറ്റ് കുത്തക കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം, സർക്കാരിന്റെ പ്രയോറിറ്റി. കാരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടം സ്വാഭാവികമായും ചെയ്യുന്ന ജോലിയാണത്. അതിനുള്ള എല്ലാ തടസ്സങ്ങളെയും എത്രയും വേഗം നീക്കം ചെയ്യാനായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ ഭാഗത്ത് നിന്നുള്ള സമ്മർദ്ദമാണ് സർക്കാരിന്റെ ഈ ബില്ലുകൾക്ക് പിന്നിലെ ചാലകശക്തി. കാരണം ഇത്തരമൊരു അവസരം ഉണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നു. അതിനെ പരമാവധി ഉപയോഗിക്കേണ്ട ആവശ്യകത കോർപ്പറേറ്റുകൾ തിരിച്ചറിയുന്നു. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നു. അത് മാറ്റാനുള്ള സമ്മർദ്ദമാണ് സർക്കാരിന്റെ ഈ ബില്ലുകളുടെ പിന്നിൽ. ഇതിനുള്ള ഒരു പ്രധാന തടസ്സം ഇന്ത്യയിലെ കൂടിയ ജനാധിപത്യമാണ് എന്ന് വെറുതെയല്ല നീതി ആയോഗിന്റെ തലവൻ പച്ചയ്ക്ക് പറഞ്ഞു വെച്ചത്. ആ ജനാധിപത്യം എന്ന തടസ്സം നീക്കുക എന്നത് സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാന അജണ്ടയാണ്. സർക്കാർ അതിന് പരമാവധി പല വഴികളിലും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബില്ലുകളിലെ ജനാധിപത്യ വിരുദ്ധത ഒട്ടും യാദൃശ്ചികമല്ല, അത് ആസൂത്രിതമാണ്, ഡെലിബറേറ്റ് ആണ്. നീതി ആയോഗിന്റെ തലവൻ പറയുന്നത് ഭക്ഷ്യ ഉൽപാദനത്തിൽ നമ്മൾ കമ്മി രാജ്യം എന്ന നിലയിൽ നിന്ന് മിച്ച രാജ്യമായി മാറിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ നയങ്ങൾ മിച്ച ഉൽപാദനങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിൽ ഊന്നുന്നതായി മാറിയിട്ടുണ്ട് എന്നാണ് നീതി ആയോഗിന്റെ സിഇഒ പ്രസ്താവിച്ചത്. അതായത് നമ്മൾ ഇതിനെ സമ്മറൈസ് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിലധികം ഭക്ഷ്യ ഉൽപാദനങ്ങൾ നാം ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും അതുകൊണ്ട് ബാക്കിയാവുന്നത് കയറ്റുമതി ചെയ്ത് വിദേശ വിപണിയിൽ വിൽക്കേണ്ടതുണ്ട്. ആ വിൽക്കുന്നതിന് പക്ഷെ തടസ്സമാവുന്നത് എന്താണ്? നമ്മുടെ കാർഷിക മേഖലയിലെ വർദ്ധിച്ച ചിലവ്. അതുകൊണ്ടാണല്ലോ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നത്. നമ്മുടെ കാർഷിക മേഖലയിലെ ചിലവ് കൂടുതലാണ്, അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ മത്സരിക്കാൻ കഴിയുന്നില്ല, വിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ചെലവ് കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കണം? ആ ചെലവ് കുറയ്ക്കേണ്ടത് ഇപ്പോൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം പരമാവധി കുറച്ചുകൊണ്ടാണ്. ഇപ്പൊ ഇന്ത്യയിലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന, ഫാമിംഗിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ 42%. അതായത് ഇന്ത്യയിലെ പകുതിയോളം ജനങ്ങൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്, അഗ്രികൾച്ചറൽ സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. അത് വളരെ കൂടുതലാണ് എന്നാണ് സർക്കാരിന്റെ പക്ഷം. അത് കുറച്ചു കൊണ്ടുവരണം. അത് കുറച്ചു കൊണ്ടുവരുന്നതിന് എന്ത് ചെയ്യണം? ഇപ്പോൾ കാർഷിക മേഖലയിലുള്ള എല്ലാ ചെറുകിട, മാർജിനൽ, സ്മോൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ കൃഷിക്കാരെ, എല്ലാ ചെറുകിട കർഷകരെയും ആ മേഖലയിൽ നിന്ന് പുറത്താക്കണം. എന്നിട്ട് വളരെ കുറവ് വൻകിട കർഷകരും കാർഷിക കോർപ്പറേറ്റ് കമ്പനികളും ആ മേഖലയിൽ പ്രവർത്തിക്കണം. ഇതാണ് സർക്കാരിന്റെ നയം. അങ്ങനെയാണ് ചെലവ് കുറയ്ക്കേണ്ടത്. ഫാമിംഗ് സെക്ടറിലുള്ള കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം പരമാവധി കുറച്ച് അതിലെല്ലാ ചെറുകിട ഇടത്തരം കർഷകരെയൊക്കെ അതിൽ നിന്ന് നീക്കം ചെയ്ത് കുറച്ച് കുത്തക കമ്പനികളും വൻകിട കർഷകരും മാത്രമായി ഇന്ത്യൻ കാർഷിക രംഗത്തെ മാറ്റുക. അങ്ങനെ ചെലവ് കുറയ്ക്കുക. എന്നിട്ട് ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ അന്താരാഷ്ട്ര വിപണിയിൽ മത്സരിക്കാൻ പ്രാപ്തമാക്കുക, വിൽക്കുക, പരമാവധി വിറ്റ് ലാഭം കൊയ്യാൻ പ്രാപ്തമാക്കുക എന്നതാണ് സർക്കാരിന്റെ നയങ്ങളുടെ കാതൽ. ഈ നയത്തിന്റെ സമഗ്രമായ പ്രയോഗവൽക്കരണമാണ് ഈ കാർഷിക ബില്ലുകൾ. അഥവാ ഇതാണ് ആ ബില്ലുകളുടെ യഥാർത്ഥ ക്രക്സ്, സത്ത. അതിനുള്ള ഉപാധികളാണ്, വ്യവസ്ഥകളാണ് ഈ ബില്ലിൽ മുഴുവൻ.
ഈ ബില്ലുകളിലെ വ്യവസ്ഥകളൊക്കെ ഈ നയസമീപനത്തിന്റെ പ്രതിഫലനമാണ്, അല്ലെങ്കിൽ ഈ നയം നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പോ സർക്കാരിന് ഈ നയസമീപനത്തെ കൃത്യമായി മനസ്സിലാക്കി ഈ ബില്ലുകളെ സൂക്ഷ്മമായി വായിച്ചാല് എന്തുകൊണ്ടാണ് ഈ ബില്ലുകൾ ഇത്രയും കർഷക വിരുദ്ധവും ജനവിരുദ്ധവും അതേസമയം കോർപ്പറേറ്റ് സൗഹൃദവുമാകുന്നത് എന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടും. അതാണ് ഈ ബില്ലിന്റെ യഥാർത്ഥ സത്ത. ഈ നയങ്ങളുടെ പ്രയോഗവൽക്കരണമാണ്. ഈ നയങ്ങളെ നടപ്പാക്കുന്നതിനുള്ളതാണ് ആ ബില്ല്. സർക്കാരും അവരുടെ ഉദ്യോഗസ്ഥ വൃന്ദവും അതുപോലെ നയരൂപീകരണ വിദഗ്ധരുമൊക്കെ മിച്ച ഉൽപാദനം എന്ന് ആവർത്തിച്ച് പറയുന്ന അതേ അവസരത്തിലാണ് പക്ഷേ ആഗോള വിശപ്പ് സൂചിക നമ്മളെ നോക്കി പരിഹസിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അത് നമ്മളെ തുറിച്ചു നോക്കുന്നുണ്ട്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് സർക്കാരും ഉദ്യോഗസ്ഥരും അവരുടെ നയവിദഗ്ധരും ഒക്കെ കാണാൻ കൂട്ടാക്കാത്ത തികച്ചും വ്യത്യസ്തമായ പച്ചയായ യാഥാർത്ഥ്യമാണ് വിശപ്പ് സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം നമ്മളോട് വിളിച്ചു പറയുന്നത്. ആഗോള സൂചികയിൽ എവിടെയാണ് നമ്മുടെ സ്ഥാനം? ആഗോള സൂചികയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശന്നിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 107 രാജ്യങ്ങളിലെ 94ാമത് സ്ഥാനവുമായിട്ട് ബംഗ്ലാദേശിനും പാകിസ്ഥാനിനും നേപ്പാളിനും ഒക്കെ ചുവട്ടിലായി ഏറ്റവും താഴെ പിന്നിലാണ് ഇന്ത്യ. ഏറ്റവും അടിയിൽ കിടക്കുന്ന, ലോകത്തിന് മുന്നിൽ നിൽക്കുന്ന ദയനീയതയാണ് ഇന്ത്യ. അതെ, ഒരു ഏറ്റവും പിന്നിലായ രാജ്യത്തില് ഒട്ടിയ വയറുമായിട്ട് ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി മിച്ച ഭക്ഷ്യ ഉൽപാദനത്തെക്കുറിച്ചും അന്താരാഷ്ട്ര വിപണിയെ കുറിച്ചും പറയുന്നത് ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ തികച്ചും അശ്ലീലമാണ്. മിച്ച ഉൽപാദനത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് പറയുകയാണ് നീതി ആയോഗ്. ആരോടാണ് പറയുന്നത്? മനുഷ്യത്വത്തിനെതിരെയുള്ള ഒരു ക്രിമിനൽ കുറ്റമായിട്ടല്ലേ നമുക്കിത് കാണാൻ പറ്റുമോ? ഈ പറയുന്ന മിച്ചമുണ്ടാക്കി തരുന്ന കർഷകരിൽ ബഹുഭൂരിപക്ഷവും പട്ടിണിയിലാണ് എന്നാണ് ആ 94 എന്ന സംഖ്യ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്. രാജ്യത്തെ പകുതിയിലധികം ജനങ്ങൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയും ആ രാജ്യം വിശപ്പ് പട്ടികയുടെ ഏറ്റവും ചുവട്ടിൽ കിടക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷവുമാണ് പട്ടിണിയിൽ കിടക്കുന്നത് എന്നാണ്. ആ മിച്ചമുണ്ടാകുന്ന കർഷകരെ നോക്കി നമ്മൾ പറയുകയാണ് മിച്ചം എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ എങ്ങനെയാണ് അതിനെ കൂടുതൽ വിൽക്കാൻ പ്രാപ്തിയുള്ളതാക്കുക എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു ജനതയെ നോക്കിയിട്ട് ജോലിയില്ലാതെ, ഭക്ഷണത്തിന് വഴിയില്ലാതെ വിശന്നിരിക്കുന്ന ഒരു ജനതയോട് പറയുകയാണ് കഴിഞ്ഞ ജനുവരി മുതൽ മെയ് വരെയുള്ള 4 മാസത്തിനുള്ളിൽ 65 ലക്ഷം ടൺ ധാന്യങ്ങൾ ഗോഡൌണിൽ നശിച്ചുപോയി എന്നത്. യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ അങ്ങനെ പറയുന്നത് ജനങ്ങളോട് തരിമ്പും ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഭരണകൂടത്തിനെ അങ്ങനെ പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത്, ഈ മഹാമാരിയുടെ സമയത്ത് വിശന്നിരിക്കുന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കി 65 ലക്ഷം ടൺ ധാന്യങ്ങൾ വെയർ ഹൗസിൽ നശിച്ചു പോയി എന്ന് പറയാൻ ഒന്നും ചെയ്യാതെ. അപ്പോ മിച്ചമുള്ളതിനെ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന്, ധാന്യം മിച്ചമാണ്, ആ മിച്ചമുള്ളതിനെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ നയസമിതി ആലോചിക്കുന്നത്, ഈ സർക്കാർ ആലോചിക്കുന്നത്. ആ ചോദ്യത്തിന് വലതുപക്ഷ ഉദാരവൽക്കരണക്കാർക്കുള്ള മറുപടി എന്താണ്? പരമാവധി ലാഭം കിട്ടുന്ന വിപണിയിൽ കൊണ്ട് വിൽക്കുക എന്നത്. മിച്ചമുണ്ടെങ്കിൽ അത് വിപണിയിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന വിപണിയിൽ കൊണ്ട് വിൽക്കുക എന്നതാണ്. ഇതിനെയാണ് വളരെ കൃത്യമായും നവ ഉദാരവൽക്കരണ രാഷ്ട്രീയം, ന്യൂ ലിബറൽ പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. അത്തരമൊരു വലത് പ്രത്യയശാസ്ത്ര ലോക വീക്ഷണം പുലർത്തുന്നവർക്ക് മാത്രമേ മിച്ചമുള്ളത് വിപണിയിൽ വിറ്റ് ലാഭമുണ്ടാക്കാനുള്ളത് ആണ് എന്ന് ആലോചിക്കാൻ കഴിയൂ. ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകന്റെ വിയർപ്പാണ് ആ മിച്ചമെന്നും അവന്റെ വിശന്ന വയറിലേക്കാണ് ആ മിച്ചം പോകേണ്ടത് എന്നുമുള്ള ബദൽ ജനപക്ഷ വീക്ഷണം.
മിച്ചമുണ്ടാക്കുന്ന കർഷകൻ വിശന്നിരിക്കുകയാണെന്നും ആ വിശന്ന വയറിലേക്കാണ് ആ മിച്ചം പോകേണ്ടത് എന്നും ഉള്ള ബദൽ ജനപക്ഷ വീക്ഷണത്തെയാണ് നാം ഇടത് പ്രത്യയശാസ്ത്രം അഥവാ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത്. ഇതാണ് രണ്ട് പ്രത്യയശാസ്ത്രങ്ങളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം, ലോകവീക്ഷണത്തിലുള്ള അടിസ്ഥാന വ്യത്യാസം. അതുകൊണ്ടാണ് മിച്ചത്തെ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് തികച്ചും വ്യത്യസ്തമായ വീക്ഷണങ്ങളുള്ള രണ്ട് ഉത്തരങ്ങൾ വരുന്നത്. ഇതാണ് രാഷ്ട്രീയത്തിലുള്ള വ്യത്യാസം, ഇതാണ് രാഷ്ട്രീയം. ഈ ബില്ലുകളിലൂടെ ഈ സ്വന്തം കൃഷിയിടങ്ങളിൽ നിന്ന് നിഷ്കാസിതരാവുന്ന പാവപ്പെട്ട കർഷകർ, അങ്ങനെ നിഷ്കാസിതരാവുന്ന പാവപ്പെട്ട കർഷകർ പിന്നെ എവിടേക്കാണ് പോകേണ്ടത് എന്ന ചോദ്യത്തിന് സർക്കാരിനോ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥ നയ രൂപീകരണ കേന്ദ്രങ്ങൾക്കോ വിദഗ്ധർക്കോ ഒന്നും ഒരു ഉത്തരവുമില്ല. എന്തുകൊണ്ടാണ് ഉത്തരമില്ലാത്തത്? കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഗണനാ വിഷയമേ അല്ല, അതൊരു ആലോചനാ വിഷയമേ അല്ല. ആലോചനാ വിഷയം എന്താണ്? എങ്ങനെയാണ് സർപ്ലസ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വിഷയം. ആ ആലോചനാ വിഷയത്തിനുള്ള ഉത്തരം എന്താണ്? വിദേശ വിപണിയിൽ കൊണ്ട് വിൽക്കുക എന്നതാണ്. അതുകൊണ്ടാണ് പ്രശ്നം എന്ത് വരുന്നത്? വിദേശ വിപണിയിൽ വിൽക്കണമെങ്കിൽ കോമ്പറ്റീറ്റീവ് പ്രൈസ് ആയിരിക്കണം എന്ന് വരുന്നത്. അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം? ഇന്ത്യയിലെ ഉൽപാദന ചെലവ് കുറയ്ക്കണം, ഉൽപ്പന്നങ്ങളുടെ പ്രൈസ് പരമാവധി കുറയ്ക്കണം. അതിനെന്ത് വേണം? അതിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം കുറയണം, അവർക്ക് കൊടുക്കുന്ന എക്സ്പെൻസ് ഏറ്റവും കുറവാവണം. അങ്ങനെയാണല്ലോ ഉൽപ്പന്നങ്ങളുടെ വില കൂടുതൽ. എക്സ്പെൻസ് ഏറ്റവും കുറയ്ക്കുകയും വിൽക്കുന്ന വില ഏറ്റവും കൂട്ടുകയും ചെയ്താലാണ് ലാഭം കൂടും. ഇവിടെ എന്താണ് ചെലവ്? ഉൽപാദന ചെലവാണ്. അതെങ്ങനെ കുറയ്ക്കാമെന്നതാണ്. അപ്പൊ അതിനുള്ള ഉത്തരം കിട്ടുന്നത് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കുക എന്ന്. അവർ എന്ത് ചെയ്യണമെന്നുള്ള മനുഷ്യത്വത്തിന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, വലതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പരിഗണനാ വിഷയമേ അല്ല. അപ്പോ കോർപ്പറേറ്റുകളുടെ പുതിയ ഹരിതമേധത്തിനുള്ള, പണ്ട് നമ്മൾ അശ്വമേധം എന്ന് പറയുന്ന മാതിരി പുതിയൊരു ഹരിതമേധമാണ്, അതിലുള്ള രാജ്യവീതി ഒരുക്കുക എന്നതാണ് ഈ ബില്ലുകളുടെ ധർമ്മം. കോർപ്പറേറ്റുകളുടെ പുതിയ അശ്വമേധം കാർഷിക മേഖലയിലാണ്. അതല്ലേ ഇന്ത്യയുടെ കൃഷിയിടങ്ങൾ കോർപ്പറേറ്റുകൾക്ക് പുതിയ അസംബ്ലി ലൈനുകളാണ്. അവരുടെ മാനുഫാക്ചറിംഗിലെ അസംബ്ലി ലൈനുകളാണ് കൃഷിയിടങ്ങൾ കോർപ്പറേറ്റുകൾക്ക്, കർഷകർക്ക് അത് മരണപാഠങ്ങളായി പരിണമിക്കുകയാണ്. നീതി ആയോഗ് തന്നെ പറയുന്നത് പുതിയ കാർഷിക ബില്ലുകൾ കാർഷിക മേഖലയിൽ നടപ്പാക്കാതിരുന്ന 1991 പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പുതിയ കാർഷിക ബില്ലുകൾ എന്നാണ്. അതായത് അതിലെ നീതി ആയോഗിന്റെ ഡോക്യുമെന്റിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, 1991 തുടങ്ങിയ പരിഷ്കാരങ്ങൾ, റിഫോംസ്, കാർഷിക മേഖലയെ ഒഴിവാക്കി ഞങ്ങൾ ആ മേഖലയിലേക്ക് റീഫോംസിനെ കൊണ്ടുപോവുകയാണ്. കാർഷിക മേഖലയിലേക്ക് കൂടി ആ റീഫോംസിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതിനാണ് ഈ ബില്ലുകൾ. വളരെ വ്യക്തമായിട്ട് നീതി ആയോഗിന്റെ ഡോക്യുമെന്റ് പറയുക. നിയോ ലിബറൽ പൊളിറ്റിക്സിന്റെ പ്രയോഗമാണ് ഇനി ഇന്ത്യൻ കാർഷിക മേഖല കാണാനിരിക്കുന്നത് എന്നാണ് നമുക്കുള്ള മുന്നറിയിപ്പ്. അതായത് രാജ്യത്തിന്റെ മറ്റ് മേഖലകളെ മുഴുവൻ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്ത പരിഷ്കാരങ്ങളുടെ അടുത്ത പടിയാണ് പുതിയ കാർഷിക ബില്ല് എന്ന് സാരം. അപ്പോ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എങ്ങനെയാണെന്ന് വേണ്ടവർ, അതിനെ സംബന്ധിച്ച്, കരാർ കൃഷി നടത്തുന്നതിനെ സംബന്ധിച്ച്, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ആദ്യത്തെ 2 ബില്ലുകൾ. മറ്റൊന്ന്, മൂന്നാമത്തേത്, നിലവിലുള്ള അവശ്യ സാധന സംരക്ഷണ നിയമത്തിലെ എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട്, അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ്. എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ടിലെ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഭേദഗതി ബില്ലാണ്, അമെൻഡ്മെന്റ് ബില്ലാണ് മൂന്നാമത്തേത്. അപ്പൊ കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ അത് നിയമമാക്കിയത്. അതിന് മുന്നേ കഴിഞ്ഞ ജൂൺ മാസത്തിൽ തന്നെ അത് ഓർഡിനൻസ് ആയിട്ട് പുറത്തിറക്കിയിട്ടുണ്ടായി ഈ നിയമങ്ങൾ. അന്ന് മുതൽ ഈ നിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതിന്റെ തുടർച്ചയാണ് നാം ഇന്ന് കാണുന്ന, ഡൽഹിയിൽ കാണുന്ന മാർച്ചിന്റെ രൂപത്തിലുള്ള വൻ പ്രക്ഷോഭം. ഈ ബില്ലുകളുടെ ജനാധിപത്യ വിരുദ്ധത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബില്ലുകൾ. അത് ഒരു തരത്തിലും അനുവദിച്ചുകൂടാത്തതാണ്. രണ്ട് രീതിയിലാണ് ഈ നിയമങ്ങൾ ജനാധിപത്യ വിരുദ്ധമാവുന്നത്, അൺഡെമോക്രാറ്റിക് ആവുന്നത്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആവുന്നത്. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ഈ നിയമങ്ങൾ നടപ്പിലാക്കിയ രീതി. മറ്റൊന്ന്, ഈ നിയമത്തിന്റെ ഉള്ളടക്കത്തിലെ തന്നെ ജനാധിപത്യ വിരുദ്ധത, ജനാധിപത്യ അവകാശങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകൾ. ഈ രണ്ട് രീതിയിലും ജനാധിപത്യ വിരുദ്ധമാണ് ഈ ബില്ലുകൾ. നമ്മളുടെ രാജ്യത്ത് നേരത്തെ പറഞ്ഞ മാതിരി കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർ ഏതാണ്ട് പകുതിയോളമാണ്. അതുകൊണ്ട് ആ കർഷകരെയോ കർഷക തൊഴിലാളികളെയോ ഒക്കെ ബാധിക്കുന്ന ഈ നിയമങ്ങൾ അവരുമായോ അവരുടെ പ്രതിനിധികളുമായോ അല്ലെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികളുമായോ ഒന്നും ചർച്ച ചെയ്യാതെയാണ് ഈ നിയമം അവതരിപ്പിച്ചത്. ജനാധിപത്യപരമായ യാതൊരു സംവാദത്തിനും ഇടവൽകാതെ, യാതൊരു ചർച്ചകളുമില്ലാതെ, രാഷ്ട്രീയ ചർച്ചകളില്ലാതെ, കർഷകരുമായോ കർഷകരുടെ പ്രതിനിധികളുമായോ സംഘടനകളുമായോ ഒന്നും ചർച്ച ചെയ്യാതെയാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമങ്ങളിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളും യാഥാർത്ഥ്യവും ഒട്ടും പ്രതിഫലിക്കാത്ത, യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ബില്ലായിരിക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ചുള്ള അറിവുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കണമല്ലോ. അത് നമ്മൾ ഇതിന് മുന്നുള്ള പരിഷ്കാരങ്ങളിലൊക്കെ കണ്ടതാണ്. തുഗ്ലക് പരിഷ്കാരങ്ങളാണ് ഈ ഭരണകൂടം ചെയ്യുന്നതൊക്കെയെന്ന്. കാർഷിക മേഖലയിലും അതേ തന്നെയാണ്. യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ, ഗ്രൗണ്ട് റിയാലിറ്റീസ് പ്രതിഫലിക്കാത്ത നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ്. നമുക്കറിയാം, ഈ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കിയെടുത്തത് പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ മെമ്പർമാരെ പുറത്താക്കിക്കൊണ്ടാണ്, ശബ്ദ വോട്ടിലൂടെയാണ് പാസ്സാക്കിയത്. അർത്ഥവത്തായ ഒരു സംവാദങ്ങൾക്കും ഇട നൽകാതെ, എല്ലാ ജനാധിപത്യ മര്യാദകളെയും ചവിട്ടുമെതിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ കൃഷി എന്നത് നമ്മുടെ ഭരണഘടന പ്രകാരം ഒരു സംസ്ഥാന വിഷയമാണ്. പ്രാഥമികമായി ഭരണഘടനയുടെ സ്പിരിറ്റ് അനുസരിച്ച് ചില വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചിട്ട് കേന്ദ്ര സർക്കാരിന് അതിൽ ഇടപെടാനുള്ള അവകാശമുണ്ട്, നിയമപരമാണ് എന്നൊക്കെ പറയാം, സ്ഥാപിക്കാം. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്പിരിറ്റ് എടുത്താലേ, അതിന്റെ ഫെഡറലിസത്തിന് അത് കൊടുക്കുന്ന പ്രാധാന്യം കണക്കിലെടുത്താൽ കൃഷി എന്നത് സംസ്ഥാന വിഷയമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഓരോ സംസ്ഥാനത്തിനും കാർഷിക മേഖലയ്ക്ക് വളരെ യുണീക്കായിട്ടുള്ള, അവിടുത്തേത് മാത്രമായിട്ടുള്ള സ്വഭാവമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് സംസ്ഥാന വിഷയമായിരിക്കുന്നത്. പക്ഷെ ഈ സുപ്രധാന നിയമനിർമ്മാണത്തില് സംസ്ഥാനങ്ങളുമായിട്ട് യാതൊരു ആലോചനയും ഇല്ലാതെയാണ് ഈ ബില്ലുകൾ അവതരിപ്പിക്കുന്നത്. എല്ലാ സംസ്ഥാന നിയമങ്ങളെയും യഥാർത്ഥത്തിൽ ഈ പുതിയ നിയമങ്ങൾ റദ്ദ് ചെയ്യുകയാണ്. ഇറ്റ് ഓവർ റൈഡ്സ് ഓൾ ദ സ്റ്റേറ്റ് APMC ആക്ട്സ് എന്നാണ് ഈ ബില്ലുകളിൽ പറയുന്നത്. ഈ ബില്ല് എന്താണോ എതിർക്കുന്നത്, ഇതിന് വിരുദ്ധമായി എന്തെങ്കിലും സംസ്ഥാന നിയമങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ നിയമത്തിനാണ് പ്രാധാന്യം. ഇറ്റ് സൂപ്പർസീഡ്സ് ആൻഡ് ഇറ്റ് ഓവർ റൈഡ്സ് എല്ലാ സംസ്ഥാന നിയമങ്ങളും. അപ്പോ സംസ്ഥാനങ്ങളോട് കൂടിയാലോചിച്ചില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങളിലെ നിയമങ്ങളെ തന്നെ റദ്ദ് ചെയ്തുകൊണ്ടാണ് പുതിയ നിയമങ്ങൾ നിലവിൽ വരുന്നത്. അധികാരത്തിന്റെ അഹങ്കാരവും ഔദ്ധത്യവും ജനാധിപത്യത്തെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള ഈ ബില്ല് നിർമ്മാണം. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെ തന്നെ തകർക്കുകയാണ് ഈ നടപടി. അതുപോലെ തന്നെ മറ്റൊരു നീക്കമാണ് പൗരന്റെ നീതി കിട്ടുന്നതിലുള്ള, കോടതിയെ സമീപിക്കാനുള്ള അവകാശത്തെ നിരാകരിക്കുക എന്നാണ്. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടന നൽകുന്ന അവകാശമാണ് ഏതൊരു പൗരനും. അവന്റെ ഗ്രീവൻസസ്, പരാതികൾ നീതിപീഠത്തിന്റെ മുന്നിലാണ് കൊണ്ടുചെല്ലേണ്ടത്. എന്നാൽ ഈ നിയമങ്ങൾ അതിനുള്ള അവകാശത്തെ നിരാകരിക്കുന്നു. ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതിയും കോടതിയിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് അസന്നിഗ്ധമായി ബില്ലുകൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് പൗരന്റെ അടിസ്ഥാന അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ്. ഭരണകൂടം തന്നെ പരാതിക്കാരനും പ്രോസിക്യൂട്ടറും ന്യായാധിപനും ഒക്കെ ആവുന്ന രീതിയുടെ അരങ്ങേറ്റമാണ്. അപ്പൊ അത് ചോദ്യം ചെയ്യപ്പെടാതെ പോവുക എന്നതിനർത്ഥം ഈ ടെംപ്ലേറ്റ്, ഈ മാതൃക കൂടുതൽ വ്യാപകമായി
വരും ദിവസങ്ങളിൽ പുതിയ നിയമങ്ങളിൽ അത് ഉപയോഗിക്കപ്പെടും. ഓരോ ബില്ലിലും ആ ബില്ലിനെതിരെയുള്ള പരാതിയുമായിട്ട് ആർക്കും കോടതിയെ സമീപിക്കാൻ അവകാശമില്ല എന്ന് വന്നു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. നിയമ സംവിധാനത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എല്ലാം ഞങ്ങൾ തന്നെയാണ് എന്നൊരു ഭരണകൂടം പ്രഖ്യാപിക്കുകയാണ് അവിടെ. അതാണ് ഈ നിയമങ്ങളിലെ വ്യവസ്ഥ. അതിന്റെ ജനാധിപത്യ വിരുദ്ധത അതുകൊണ്ട് തന്നെ തുറന്നു കാട്ടപ്പെടുകയും എതിർക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായിട്ടും അതുകൊണ്ട് 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ ബില്ല് എതിർക്കപ്പെടേണ്ടത്. ഒന്ന്, ഈ ബില്ലുകൾ അവയുടെ അവതരണത്തിലും നേരത്തെ പറഞ്ഞ മാതിരി ഉള്ളടക്കത്തിലും ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടേതായ വിഷയങ്ങൾ ഫെഡറലിസത്തെ നിരാകരിച്ചുകൊണ്ട് കേന്ദ്ര ഭരണകൂടം എല്ലാ അവകാശങ്ങളും കവരുന്നു. തെറ്റായൊരു മാതൃക, ടെംപ്ലേറ്റ് ആണ് ഈ നിയമങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന്, രണ്ടാമത്, ഈ നിയമങ്ങൾ കർഷകരുടെ താല്പര്യങ്ങൾക്ക് എതിരാണ്. പ്ലെയിൻ ആൻഡ് സിമ്പിൾ. രാജ്യത്തെ കൃഷിയെ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീറെഴുതി ബഹുഭൂരിപക്ഷം ചെറുകിട ഇടത്തരം കർഷകരെയും കർഷക തൊഴിലാളികളെയും അവരുടെ കാർഷിക വൃത്തിയിൽ നിന്ന് നിഷ്കാസിതരാക്കി ദാരിദ്ര്യത്തിന്റെ ദുരിതത്തിലേക്ക് വലിച്ചെറിയുന്നതിന് ഉതകുന്നതാണ്, വഴിവെക്കുന്നതാണ് ഈ നിയമങ്ങൾ എന്നുള്ളത്. അതുകൊണ്ടാണ് അത് എതിർക്കപ്പെടേണ്ടത്. മൂന്നാമത്, കാർഷിക സ്വയം പര്യാപ്തതയ്ക്ക്, ഭക്ഷ്യസുരക്ഷയ്ക്ക് അപകടത്തിലാക്കുന്നതാണ് ഈ നിയമങ്ങൾ എന്നത്. കാർഷിക മേഖലയുടെയും കാർഷിക വൈവിധ്യത്തെയും ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷയെയും നമ്മുടെ സ്വയം പര്യാപ്തതയെ തന്നെയും അത്യന്തം അപകടത്തിലാക്കുന്നതാണ് ഈ നിയമങ്ങൾ. ഇന്ത്യ ഇപ്പോഴും അടിസ്ഥാനപരമായിട്ട് ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ മാതിരി പകുതിയോളം ജനങ്ങൾ, 42% ജനങ്ങള് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുക. ഈ കർഷകരില് ബഹുഭൂരിപക്ഷവും 86% ചെറുകിട ഇടത്തരം കർഷകരാണ്. അതായത് 2 ഏക്കറിലോ 5 ഏക്കറിലോ കുറവ് നിലമുള്ളവരാണ്, ഭൂമിയുള്ളവരാണ് 86%. അതായത് കാർഷിക മേഖലയിൽ നടക്കുന്ന എന്ത് മാറ്റങ്ങളും ചലനങ്ങളും രാജ്യത്തെ ഏതാണ്ട് പകുതിയോളം ജനങ്ങളുടെ ജീവനോപാധിയെ നേരിട്ട് തന്നെ ബാധിക്കും എന്നാണ് അർത്ഥം. അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ അവർക്ക് സ്വന്തം ജീവൽ പ്രശ്നമായിരിക്കുന്നത്. അവർ അതിജീവനത്തിനായിട്ട് സമരത്തിന് തയ്യാറാവുന്നത് അതുകൊണ്ടാണ്. അവരെ നേരിട്ട് ബാധിക്കുന്ന മാറ്റങ്ങൾക്കാണ് ഈ നിയമങ്ങൾ വഴിയൊരുക്കുന്നത്. ഇപ്പൊ തന്നെ വളരെ ദയനീയമായ രാജ്യത്തെ കർഷകരുടെ സ്ഥിതി ഇതിലും കൂടുതൽ പരിതാപകരമാവുന്നതിനാണ് ഈ നിയമങ്ങൾ വഴിവെക്കുന്നത്. ഇപ്പൊ തന്നെ ഒരു വർഷത്തില് 12,000-ഓളം കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. ഈ നിയമങ്ങൾ ആ സ്ഥിതിവിശേഷത്തെ കൂടുതൽ രൂക്ഷമാക്കാനാണ് ഉപകരിക്കുക. ഈ നിയമങ്ങളിൽ എങ്ങനെയാണ് ആ അപകട സാധ്യതകൾ ഇരിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിലെ വ്യവസ്ഥകൾ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതി, ഈ ബില്ലുകളിലെ നിയമങ്ങളുടെ പേര് തന്നെ അതിന്റെ കാപട്യത്തിലേക്ക് വിളിച്ചോതുന്നതാണ്. ഈ നിയമങ്ങളുടെ ടൈറ്റിൽ, ഈ നിയമങ്ങളുടെ പേര് തന്നെ, അതായത് കുപ്പിയുടെ മുകളിൽ പഞ്ചസാര എന്ന് എഴുതി ഒട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ പൊട്ടാസ്യം സയനൈഡ് നിറയ്ക്കണ മാതിരിയാണ് ഈ നിയമങ്ങളുടെ പേരും അതിന്റെ ഉള്ളടക്കവും തമ്മിലുള്ള ബന്ധം. പുറത്ത് പഞ്ചസാര എന്ന് ലേബൽ വെക്കുകയും ഉള്ളിലെ പൊട്ടാസ്യം സയനൈഡ് നിറയ്ക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. ഒന്നാമത്തെ നിയമം എന്താണ്? കാർഷിക ഉൽപാദക വ്യാപാര വാണിജ്യ നിയമം, പ്രോത്സാഹനവും സൗകര്യമൊരുക്കലും. ഫാമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് 2020 എന്നാണ് ആദ്യത്തെ നിയമത്തിന്റെ പേര്. മറ്റൊന്നെന്താണ്? കാർഷിക വില ഉറപ്പ്, കാർഷിക സേവന നിയമം, ശാക്തീകരണവും സംരക്ഷണവും എന്നാണ്. ഫാർമേഴ്സ് എംപവർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെന്റ് ഓഫ് പ്രൈസ് അഷ്വറൻസ് ഫാം സർവീസസ് ആക്ട്, അതാണ് അതിന്റെ പേര്. ഫാമേഴ്സ് എംപവർമെന്റ് പ്രൊട്ടക്ഷൻ എഗ്രിമെന്റ് ഓഫ് പ്രൈസ് അഷ്വറൻസ് ആൻഡ് ഫാം സർവീസസ് ആക്ട്. ഈ നിയമങ്ങളിൽ ഇല്ലാത്തത് ഈ പേരിലുള്ള സംഗതികളാണ്. സുരക്ഷയുമില്ല, ശാക്തീകരണവുമില്ല, വില ഉറപ്പുമില്ല, എംപവർമെന്റുമില്ല,
പ്രൈസ് അഷ്വറൻസും ഇല്ല, പ്രൊട്ടക്ഷനുമില്ല. ഈ ഇല്ലാത്ത മൂന്നെണ്ണമാണ് ഈ നിയമങ്ങളുടെ പേരിലുള്ളത്, ടൈറ്റിലുള്ളത്. അതുകൊണ്ടാ പറഞ്ഞു ലേബലില് പഞ്ചസാര എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷെ ഉള്ളില് സൈനൈഡാണ്. മൂന്നാമത്തെ നിയമം അതിലെ രസകരമാണ്. മൂന്നാമത്തെ നിയമം എന്താണ്? എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അമെൻഡ്മെന്റ്. ഇതുവരെ നമ്മളുടെ ധാരണ എന്താണ്? ഏറ്റവും ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കള് ഭക്ഷണം എന്നാണ്. ഈ ഭക്ഷണത്തെ, ഈ ധാന്യങ്ങളെ അവശ്യ വസ്തുക്കൾ അല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. പേര് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്സ് എന്നാണ്. എല്ലാ അവശ്യ സാധനങ്ങളെയും അവശ്യ വസ്തുക്കളുടെ ലിസ്റ്റിൽ നിന്ന് എടുത്തു കളയുകയാണ് ഈ നിയമം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തെ ലേബലിൽ നോക്കിയിട്ട് ഉള്ളിലെടുത്ത് തൊണ്ടയിലേക്ക് കമഴ്ത്തരുത് എന്ന് നമുക്ക് ഈ നിയമങ്ങളുടെ ഉള്ളറിയാതെ അതിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരോട് മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. ഇതിന്റെ പേരിലുള്ളതല്ല, അതിന്റെ ഉള്ളടക്കത്തിലുള്ളത് എന്ന് അത് വായിച്ചു നോക്കി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തെ നിയമം നോക്കുക, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കാണാം. ആദ്യത്തെ നിയമം നേരത്തെ പറഞ്ഞ മാതിരി ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് ആണ്. എന്താണ് നിയമം പറയുന്നത്? കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നം സംസ്ഥാന സർക്കാരുകളുടെ വിവിധ APMC നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന നിയന്ത്രിത വിപണിക്ക് പുറത്ത് വിൽക്കുന്നതിനുള്ള അനുമതി കൊടുക്കുന്നതാണ് നിയമം. അതുകൊണ്ട് ഇതിന് APMC ബൈപ്പാസ് ബിൽ എന്ന് പറയും. APMC മാർക്കറ്റുകൾക്ക്, APMC വിപണികൾക്ക് പുറത്ത് കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നം യഥേഷ്ടം വിൽക്കാം, അതിനുള്ള അനുമതി കൊടുക്കുന്നതാണ് ഈ ബില്ല്. അതായത് കർഷകർക്ക് എവിടെ വെച്ചും ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോ ഇത് കേൾക്കുമ്പോൾ, സർക്കാരിന്റെ ഭാഷയും കേൾക്കുമ്പോൾ, ആർക്കും എവിടെയും എപ്പോൾ വേണമെങ്കിലും വിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നാണ് സർക്കാരിന്റെ ഭാഷ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും അത് നല്ലതല്ലേ. എവിടെയും ആർക്കും വിൽക്കാമെങ്കിൽ കൂടുതൽ വില കർഷകന് ലഭിക്കില്ലേ എന്നൊക്കെ. കാർഷിക ജീവിതം തന്നെ ഒരിക്കലും നേരിൽ കാണാത്തവർക്ക് വളരെ എളുപ്പത്തിൽ അങ്ങനെ തോന്നുകയും ചെയ്യും. എന്നാൽ യാഥാർത്ഥ്യം അടുത്തറിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, ഈ സ്വാതന്ത്ര്യം കടലാസിൽ മാത്രമുള്ളതാണ്. ഉദാഹരണത്തിന്, ദിവസം 100 രൂപയിൽ താഴെ കിട്ടുന്ന ഒരാൾക്ക് അയാളോട് പട്ടണത്തിലുള്ള 10 പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പേര് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ എവിടെ വേണമെങ്കിൽ പോയിട്ട് ഭക്ഷണമായി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നു, നിന്റെ വീടിന്റെ അടുത്തുള്ള തട്ടുകട നമ്മൾ അടക്കിയാണ് എന്ന് പറഞ്ഞാല് ആ സ്വാതന്ത്ര്യത്തിന് അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് വിലയാണുള്ളത്? അയാളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യം എന്നതിനേക്കാൾ പ്രധാനം ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനം അയാളുടെ കയ്യിലുള്ള 100 രൂപ കൊടുത്ത് ദിവസവും ഭക്ഷണം ലഭിക്കുന്ന അയാളുടെ അടുത്തുള്ള തട്ടുകട നിലനിർത്തുക എന്നതാണ്. എനിക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം വേണ്ട, എനിക്ക് വിശപ്പ് മാറ്റാനുള്ള തട്ടുകട മതി എന്നാണ് അയാൾ പറയുക. ഈ സ്വാതന്ത്ര്യം എന്നത്, അത് അർത്ഥവത്താകുന്നത്, അത് പ്രയോഗിക്കാൻ കഴിയുന്ന, പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരന്തരീക്ഷം അത് നിലവിലുള്ളപ്പോഴാണ്. അതുകൊണ്ട് ഇത് തന്നെയാണ് ഈ സ്വാതന്ത്ര്യക്കാരോട് കർഷകർക്കും പറയാനുള്ളത്. യഥാർത്ഥത്തില് കോഴിക്കൂട് തുറന്നിട്ടിട്ട് കോഴികൾക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്ന നാട്യത്തില് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? കുറുക്കനെ കൂട്ടിനുള്ളിലേക്ക് കടത്താനുള്ള കുടില ബുദ്ധി പ്രയോഗിക്കുകയാണ്. കോഴിക്കൂട് തുറന്നിടുകയാണ്. കോഴികളോട് പറയുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം തരികയാണ് എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? കുറുക്കനെ കോഴിക്കിടെ കൂട്ടിലേക്ക് കടക്കാനുള്ള വഴിയൊരുക്കുകയാണ്. അതാണ് ഇതിനടിയിലെ കുടില തന്ത്രം. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കോഴിക്കല്ല, കുറുക്കനാണ്. അതുകൊണ്ട് ഈ ബില്ല് കോർപ്പറേറ്റിന് കർഷകരെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കലാണ്,
അല്ലാണ്ട് കർഷകർക്ക് സ്വാതന്ത്ര്യം കൊടുക്കലല്ല. കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതല്ല, മറിച്ച് അവരുടെ മരണ വാറണ്ട് എഴുതുന്നതാണ് ഈ കർഷക മാരണ നിയമങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. അല്ലാതെ കർഷകർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമല്ല ഇത്. അപ്പൊ എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത്? APMC മാർക്കറ്റിന്റെ ഉള്ളിൽ മാത്രമേ കർഷകർക്ക് വിൽക്കാൻ കഴിയൂ, അത് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ്. ഞങ്ങളിതാ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, എവിടെ വെച്ച് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും വിൽക്കാം. ഇതാണ് ടാഗ് ലൈൻ. എന്താണ് ഈ APMC മാർക്കറ്റ്? APMC മാർക്കറ്റ് അഥവാ മണ്ടികൾ എന്ന് വിളിക്കുന്ന ചന്തകൾ കേരളത്തിലെ നിലവിലുള്ള സംവിധാനമല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഏറെ പരിചയമില്ലാത്ത ഒരു സംവിധാനമാണ്. എന്നാൽ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒഴിച്ച് രാജ്യത്തെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഈ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്, APMC എന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് വിൽക്കാനും അവർ ചൂഷണം ചെയ്യപ്പെടുന്നത് അവസാനിപ്പിക്കാനും ഉള്ള ഒരു സംവിധാനമാണ്. അതാത് സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ രൂപീകരിക്കുന്ന സംവിധാനങ്ങളാണ്, കമ്മിറ്റികളാണ്. ഈ കമ്മിറ്റികള് അവരുടെ കീഴിൽ നടത്തുന്ന ചന്തകളാണ് APMC മണ്ടികൾ അല്ലെങ്കിൽ APMC മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാനത്തിന്റെ പല മേഖലകളായിട്ട്, പല റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ട് ഓരോ മേഖലകളിലും ആ പ്രദേശത്തെ കർഷകർക്കായിട്ടുള്ള ചന്തകൾ ഉണ്ടാവും. അതാത് പ്രദേശത്തെ കർഷകർ ആ പ്രദേശത്തിനായുള്ള ചന്തയിൽ അവരുടെ ഉൽപ്പന്നം കൊണ്ടുവന്ന് വിൽക്കണം. ആ ചന്തയിൽ വെച്ച് എന്താണ് ചെയ്യുന്നത്? കർഷകരുടെ ഉൽപ്പന്നം ലേലം ചെയ്തു വെക്കും. ഈ ലേലം പിടിക്കുന്നത് APMCയിലെ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, സർക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏജന്റുമാരെയാണ്. ഇവരെ അർത്തിയ എന്നാണ് വിളിക്കുന്നത്, കമ്മീഷൻ ഏജന്റുമാരാണ്. ഈ ഏജന്റുമാരെ ആർക്ക് വേണ്ടിയാണ് വാങ്ങുന്നത്? അവരെ കർഷകരിൽ നിന്ന് ഇതുപോലെ ലേലം പിടിച്ച് വാങ്ങുന്നത് സർക്കാർ ഏജൻസികൾക്ക്, പ്രധാനമായും FCI പോലുള്ള ഏജൻസികൾക്കോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വ്യാപാരികൾക്കോ അല്ലെങ്കിൽ ട്രേഡേഴ്സിനോ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്കോ, ഫുഡ് പ്രോസസേഴ്സ്, അവർക്കൊക്കെയാണ്, കയറ്റുമതി ചെയ്യാറുള്ളവർക്കോ ഒക്കെ. അപ്പോൾ ഇവർക്ക് 2.5% കമ്മീഷനായിട്ട് ഈ വാങ്ങുന്നവര്, ബയേഴ്സ്, FCI പോലുള്ളവരാണ് ഈ ഏജൻസിന് കൊടുക്കുന്നത്, അല്ലാതെ കർഷകരല്ല. അവരതിന് ഈ ഏജൻസ് വാങ്ങലും വിൽക്കലും മാത്രമല്ല, ഈ ഉൽപ്പന്നങ്ങളെ വൃത്തിയാക്കലും ലോഡ് ചെയ്യലും പാക്കേജ് ചെയ്യലും തുടങ്ങിയ നിരവധി സർവീസുകൾ നടത്തും. മാത്രമല്ല ഈ ഏജൻസാണ് കർഷകർക്ക് പലപ്പോഴും ലോൺ കൊടുക്കുന്നത്, സാമ്പത്തിക സഹായം നൽകുന്നത്, ഫൈനാൻസ് നൽകുന്നത്. വളരെ ഒരു പ്രധാന കണ്ണിയാണ് APMC സംവിധാനത്തിലെ ഈ അർത്തിയാസ് എന്നുള്ളത്. അപ്പോ APMC മാർക്കറ്റ് വ്യവസ്ഥകളിലെ 2 പ്രധാന നിബന്ധനകൾ ഇവയാണ്. ഏതൊക്കെയാണ്? ഒന്ന്, സർക്കാർ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക്, MSP, മിനിമം സപ്പോർട്ട് പ്രൈസ് വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളെ ആ വിലയിൽ താഴെ വ്യാപാരം ചെയ്യാൻ പാടില്ല. അവിടുത്തെ ട്രേഡേഴ്സ്, വ്യാപാരികളെ APMC മണ്ടിയിലെ 22-23ഓളം ഐറ്റങ്ങൾക്കാണ് സർക്കാർ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് എല്ലാ വർഷവും 2 പ്രാവശ്യം കൊയ്ത്ത് സീസൺ അനുസരിച്ച് തറവില പ്രഖ്യാപിക്കും. ഈ വില പ്രഖ്യാപനത്തിന്റെ ചോട്ടിൽ ആർക്കും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പാടില്ല. 2, APMC വ്യാപാര മേഖലയ്ക്കുള്ളിലെ ആ ചന്തകളിൽ നിന്നുകൊണ്ട് മാത്രമേ വ്യാപാരം ചെയ്യാൻ പാടുള്ളൂ, അതിന്റെ പുറത്ത് വ്യാപാരം ചെയ്യാൻ പാടില്ല. ഇതിനെയാണ് കർഷകർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് വ്യാഖ്യാനിക്കുന്നത്. APMC ഉള്ള മേഖലയിലെ അവിടുത്തെ ചന്തകളിൽ വെച്ച് മാത്രമേ ഈ വ്യാപാരം നടത്താൻ പാടുള്ളൂ. MSPയിൽ കുറവായിട്ടുള്ള വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ പാടില്ല. എന്തുകൊണ്ടാണ് നിബന്ധനകൾ? ഇത് കർഷകരുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മണ്ടികൾക്ക് പുറത്ത് ആരുമായും വ്യാപാരം നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുക്കലാണോ അതിന്റെ പരിഹാരം? എന്തിനാണ് ഈ നിബന്ധനകള്? കർഷകരെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറവ് നൽകി ചൂഷണം ചെയ്യുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങൾ. എന്തിനാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്? നമുക്കറിയാം, കൃഷി എന്നത് വളരെ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു പ്രക്രിയയാണ്. വിത്ത് വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും ഇടയിൽ ഒരുപാട് ഘടകങ്ങൾ കൃഷിയെ ബാധിക്കാം. അതുകൊണ്ട് ഈ റിസ്ക് മുഴുവൻ എടുക്കുന്നത് കർഷകരാണ്. നാടിനു വേണ്ടി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന കർഷകർക്ക് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനും കൃഷിയിൽ തുടരാനും സാധ്യമാകുന്ന രീതിയിലുള്ള സുരക്ഷ നൽകുക
എന്നത് പ്രധാനമാണ്. അതിന് കർഷകന് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അവർ ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനമായി ലഭിക്കണം. എങ്ങനെയാണെങ്കിൽ കാർഷിക വൃത്തി കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച പോലെ ബഹുഭൂരിപക്ഷവും ചെറുകിട കർഷകരാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാനും അവരെ കാർഷിക വൃത്തിയിൽ നിലനിർത്താനും വേണ്ടി അവർക്ക് ചെലവാക്കുന്നതിനേക്കാൾ ഉൽപ്പന്നത്തിന് വില കിട്ടണം. അതുകൊണ്ട് മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില നിർബന്ധമാണ് എന്ന നിബന്ധന വരുന്നത്. കാരണം വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകും. എന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ച് ഇത് വിറ്റിട്ട് വേണം ലോണ് തിരിച്ചടയ്ക്കാൻ, അതുപോലെ മറ്റ് ജീവിത ചെലവുകൾക്ക് പണം കണ്ടെത്താൻ. ഈ സമയത്ത് തന്നെയാണ് ലോൺ കൊടുത്ത വ്യാപാരികളും ഫൈനാൻസിയേഴ്സും മറ്റ് വ്യാപാരികളുമൊക്കെ ഏറ്റവും വില കുറഞ്ഞ വിലയ്ക്ക് കർഷകരിന്റെ അടുത്ത് അവന്റെ ഉൽപ്പന്നങ്ങളെ തട്ടിയെടുക്കാൻ നോക്കുക. ഈ ഒരു അവസ്ഥ, ഈ ഡിസ്ട്രസ് സെയിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് വണ്ടികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പാടുകയുള്ളൂ എന്നും മിനിമം സപ്പോർട്ട് പ്രൈസിൽ കുറവിനെ വാങ്ങാൻ പാടില്ല എന്നുമുള്ള നിബന്ധന. അതായത് കർഷകന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിബന്ധനകളാണ്. അവരോട് ബഹുഭൂരിപക്ഷം വരുന്ന ചെറുകിട കർഷകരോട്, 1 2 മുറികളുള്ള വീടുകളിൽ മാത്രം ജീവിക്കുന്ന കർഷകരോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ധാന്യങ്ങൾ എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്തോളൂ, എത്ര വേണമെങ്കിൽ ശേഖരിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വിറ്റാ മതി, നിങ്ങൾ വിചാരിക്കുന്ന വില കിട്ടുന്ന സമയത്ത് വിറ്റാ മതി എന്നൊക്കെ ആരോടാ പറയുന്നത്? ജീവിക്കാൻ പോലും സ്ഥലമില്ലാത്ത വളരെ ചെറിയ വീടുകളിൽ താമസിക്കുന്നവരോടാണ് പറയുന്നത്. എത്ര വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കണം. ആ സ്വാതന്ത്ര്യത്തിന് എന്താണ് വിലയുള്ളത്? അവരെ സംബന്ധിച്ച് ഒന്ന്, അത് ശേഖരിക്കാനുള്ള യാതൊരു ഫെസിലിറ്റിയും സ്ഥല സൗകര്യങ്ങളുമില്ല. മറ്റൊന്ന്, കൊയ്ത്ത് കഴിഞ്ഞ് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റതിന് ശേഷമേ അവരുടെ കാർഷിക ചെലവിനെടുത്ത ലോൺ തിരിച്ചടയ്ക്കാനും അവരുടെ ജീവിത ചെലവിനുമുള്ള പണം കണ്ടെത്താനും കഴിയുള്ളൂ. ആ സന്ദർഭം നോക്കിയാണ് അവരെ ചൂഷണം ചെയ്യാനുള്ള വിവിധങ്ങളായ ശക്തികള് അവരുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് ലഭിക്കാൻ വേണ്ടി നോക്കുന്നത്. ഇത് ഒഴിവാക്കലാണ് APMC മണ്ടിയിലെ ഈ നിബന്ധന. കാരണം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നം വിൽക്കാതെ തരമില്ല എന്ന് വ്യാപാരികൾക്കറിയാം, ഏജന്റിനറിയാം. അതുകൊണ്ട് അവരുടെ ആ ഡിസ്ട്രസ് സെയില്, ആ അവസരം മുതലാക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും ഉണ്ടാവും. വ്യാപാരികൾ നേരിട്ട് ചെന്ന് സമ്മർദ്ദം ചെലുത്തി കർഷകരിൽ നിന്ന് ചുരുങ്ങിയ വിലയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാണ്. APMC മണ്ടിക്ക് ഉള്ളിലെ ഈ വ്യാപാരം നടത്താൻ പാടും. അതിന് പുറത്ത് നടത്താൻ പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? വ്യാപാരികളും ഏജന്റും കർഷകരെ അവരുടെ വീട്ടിൽ പോയിട്ട് സമ്മർദ്ദം ചെലുത്തി ആ ഉൽപ്പന്നം എടുത്തിട്ട് പോകും വളരെ ചുരുങ്ങിയ വിലയ്ക്ക്. അതുകൊണ്ട് അതിൽ നിന്നുള്ള സുരക്ഷ എന്ന നിലയ്ക്കാണ് APMC മണ്ടിയുടെ ഉള്ളിലെ ഈ വ്യാപാരം നടക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധന. അതൊരു റെസ്ട്രിക്ഷൻ അല്ല, നേരെ മറിച്ച് പ്രൊട്ടക്ഷനാണ്, സേഫ്റ്റി നെറ്റാണ്. അതൊരു രക്ഷാ കവചമാണ്. അല്ലാതെ സ്വാതന്ത്ര്യം കവരുന്ന തടങ്കൽ പാളയല്ല എന്ന് APMC മണ്ടി മാർക്കറ്റ്. ഈ യാഥാർത്ഥ്യമാണ് ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള വാദിക്കുന്നവർ മറച്ചു വെക്കുന്നത്. അപ്പോ കൂടുതൽ APMC ചന്തകൾ തുറക്കുകയും ചൂഷണ സാധ്യതകൾ പരമാവധി കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം ഉള്ള സുരക്ഷിത സംവിധാനം കൂടി ഇല്ലാതാക്കുന്നതിന്, ഈ APMC സംവിധാനങ്ങളെ കൂടി ഇല്ലാതാക്കുന്നതിനുള്ള നീക്കങ്ങളാണ്, അതിനുള്ള വ്യവസ്ഥകളാണ് ഈ നിയമത്തിൽ കൊണ്ടുവരുന്നത്. എന്താണ് ഈ നിയമം പറയുന്നത്? APMC സംവിധാനത്തിന് ബദലായിട്ട് ഞങ്ങളുടെ ഒരു സമാന്തരമായ സംവിധാനം കൊണ്ടുവരുന്നു. ഒരു ഓപ്പൺ മാർക്കറ്റ്, ഫ്രീ മാർക്കറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പുതിയൊരു സംവിധാനം, സ്വകാര്യ മാർക്കറ്റ് കൊണ്ടുവരുന്നു. ആ ചന്തയിലെ കർഷകർക്ക് ആർക്കും എവിടെ വെച്ച് വേണമെങ്കിൽ വിൽക്കാം, ആർക്ക് വേണമെങ്കിൽ വിൽക്കാം, ഒരാളും ചോദിക്കില്ല. പ്രധാനമായും എന്താണ്? അവിടെ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസും ഇല്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര പൈസക്ക് കിട്ടണോ അതിന് വാങ്ങാനാണ്. പക്ഷെ പറയുന്നത് എന്താണ്? കർഷകരോട് നിങ്ങൾക്ക് എത്ര പൈസക്ക് വേണമെങ്കിൽ വിൽക്കാതാ പറയുന്നത്. നമുക്കറിയാലോ, നമ്മുടെ പറമ്പിലെ 10 തേങ്ങ എടുത്തിട്ട് വിൽക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരാണ് വില നിശ്ചയിക്കുന്നത് എന്ന്. പക്ഷെ നമ്മൾ എന്താണ് പറയുന്നത്? നിങ്ങള് പറയുന്ന വിലക്ക് കൊടുത്താൽ മതി, നിങ്ങളുടെ പറയുന്ന വിലക്ക് കിട്ടിയില്ലെങ്കിൽ കൊടുക്കണ്ടെന്നാ പറയുന്നത്. ആ തേങ്ങ വിറ്റിട്ട് വേണം നമ്മളുടെ കുട്ടികൾക്ക് അന്നത്തെ ഭക്ഷണം വാങ്ങാൻ എന്നുള്ള ഒരവസ്ഥയിലാണ് നമ്മളെങ്കിൽ
പറഞ്ഞ വിലയ്ക്ക് കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരേണ്ട അവസ്ഥയായിരിക്കും. ആ അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം കർഷകരും. അത് മനസ്സിലാക്കാതെയാണ് ആർക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ വിറ്റ് കർഷകർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കാതെ. അപ്പൊ അവിടെ ഈ പ്രൈവറ്റ് മണ്ടീസില് അവിടെ താങ്ങുവിലയില്ല, മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ല. അവിടെ ഏജൻസിന് ഒരു രജിസ്ട്രേഷൻ വേണ്ട, ഒരു ലൈസൻസും വേണ്ട. ആർക്ക് വേണമെങ്കിൽ ആരിൽ നിന്ന് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും വാങ്ങാം, ഉൽപ്പന്നം ശേഖരിക്കാം. അതോടെ സ്വകാര്യ കുത്തകകൾ, ഈ കമ്പനികളെ നിയന്ത്രിക്കുന്ന പ്രൈവറ്റ് മണ്ടീസ് പ്രബലമാവുന്നതോടെ എന്താണ് ഉണ്ടാവുക? APMC ചന്തകള് അടയ്ക്കും. കാരണം വ്യാപാരികൾക്കും ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നുള്ള ഉപാധിക്ക് വിധേയമാവാതെ പുറത്ത് ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്നും സമ്മർദ്ദം ചെലുത്തി വാങ്ങാമെന്നൊരു അവസരം വരികയാണെങ്കിൽ സ്വാഭാവികമായും APMC വണ്ടികൾ തകരുന്നതിനിടയാവും. പിന്നെ കോർപ്പറേറ്റ് കുത്തകകൾ അവർ നിയന്ത്രിക്കുന്ന സ്വകാര്യ വിപണിയിൽ അൺറെഗുലേറ്റഡ് പ്രൈവറ്റ് മാർക്കറ്റ് യാർഡ്സ്, അതാണ് അവരുടെ നിയന്ത്രണമായിട്ട്. അവിടെയാണ് വിലപേശൽ ശക്തിയില്ലാതെ, ബാർഗൈനിങ് പവർ ഇല്ലാത്ത കർഷകരെ, പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം കർഷകർ ക്രമേണ ഈ രംഗത്ത് നിന്ന് നിഷ്കാസിതരാകും. ആകെ അവശേഷിക്കുന്നത് വൻകിട കർഷകരും അഗ്രോ കോർപ്പറേറ്റ്സും മാത്രമായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റിന്റെ നയം. എന്താണ്? ഇത് തന്നെയാണ്. ചെറുകിട ഇടത്തരം കർഷകരെ രംഗത്ത് നിന്ന് നിഷ്കാസിതരാക്കുക എന്നതാണ് ഉദ്ദേശ ലക്ഷ്യം. അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള നിയമമാണ് ഈ ഒന്നാമത്തെ ബില്ല്. അതാണ് ഈ സ്വാതന്ത്ര്യം, മരണത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോ അങ്ങനെ കൃഷിക്കാരെ ഒഴിവാക്കുന്നതിനായിട്ട് അതിനുള്ള വ്യവസ്ഥകളാണ് ഈ APMC മാർക്കറ്റിന് പുറത്തുള്ള പാരലൽ പ്രൈവറ്റ് ട്രേഡ് ഏരിയാസ്, സ്വകാര്യ ചന്തകൾ. അത് APMC ഇല്ലാതായാൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ബീഹാർ. 2006 APMC ഇല്ലാതാക്കിയതിനു ശേഷം അവിടുത്തെ കർഷകരുടെ വരുമാനം ഏറെ കുറയുകയും, ഉദാഹരണത്തിന് 1800 രൂപ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉള്ള നെല്ലിന് ബീഹാറിലെ 600-700 ഉറുപ്പിക്കാണ് വെക്കുന്നത്. 1800 രൂപയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. പക്ഷെ ബീഹാറിലത് കർഷകനെ 600-700 ഒക്കെയാണ് വിൽക്കേണ്ടി വരുന്നത്. കേരളത്തിൽ നെല്ലിന്റെ താങ്ങുവില 2400 രൂപയാണ് നോക്കണം. അപ്പോ ബീഹാറില് കാർഷിക വൃത്തി തന്നെ യഥാർത്ഥത്തിൽ അവിടുത്തെ സ്ഥിതി എന്താന്ന് പറഞ്ഞാല് ബഹുഭൂരിപക്ഷം കർഷകർക്കും ഈ ചന്തയിലേക്കൊന്നും കൊണ്ടുപോകാനുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ചന്തയിൽ പോകുന്നവരെ തന്നെ കുറവാണ്. ഒരുപാട് പേര് അതുകൊണ്ടാണ് കാർഷിക വൃത്തിയിൽ നിന്ന് മാറുകയും മറ്റു ജോലികൾ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിലുണ്ട്. അപ്പൊ ഇത്തരം ഒരു പരാതിയും കോടതിയിൽ കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത വിധം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോടതിയിൽ പോകാനുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്യുന്നു നിയമത്തിൽ. 2 സെക്ഷൻ ഉണ്ട്, പെട്ടെന്ന് വായിച്ചു പോകാം. സെക്ഷൻ 13-ലും 15-ലും വളരെ രസകരമായിട്ട് പറയുന്നത് എന്താണ് പറയുന്നത്? വളരെ കൃത്യമായിട്ട് പറയുകയാണ്. No suit, prosecution and other legal proceedings shall lie against the central government or the state government or any other person in respect of anything which is in good faith done or intended to be done. ചെയ്യണം തന്നെയല്ലേ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ പോലും ഗുഡ് വിൽ, വിശ്വസ്തയോടെ നല്ലത് വിചാരിച്ച് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ നിയമത്തിൽ വന്നത് ഒന്നിനെയും കോടതിയിൽ ചോദ്യം ചെയ്യരുത്. സെക്ഷൻ 15 പറയുന്നതും അതാണ്. നോ സിവിൽ കോർട്ട് ഹാവ് ജൂറിഡിക്ഷൻ ടു എന്റർടൈൻ എനി സ്യൂട്ട് ഓർ പ്രൊസീഡിങ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി മാറ്റർ. അതുകൊണ്ട് വളരെ അടിസ്ഥാനപരമായ അവകാശം, പൗരന്റെ ജനാധിപത്യ ഭരണഘടനാ അവകാശങ്ങളെ തന്നെ ഇത് പാടെ നിഷേധിക്കുന്നു. അതാണ് ജനാധിപത്യത്തെ തന്നെ അതിന്റെ നിഷേധിക്കുന്ന പുതിയ ഒരു മാതൃകയായിട്ട് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള തടസ്സമായി നിൽക്കുന്ന ജനാധിപത്യത്തെ ദുർബലമാക്കുക എന്ന വലിയൊരു അജണ്ട കൂടി ഇതിന്റെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. അപ്പോ കർഷകനെ സംബന്ധിച്ചിടത്തോളം കമ്പനികളുടെ ഉദ്യോഗസ്ഥരുടെയും ദയയ്ക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് നിൽക്കേണ്ടി വരും.
രണ്ടാമത്തെ നിയമം നോക്കുക. രണ്ടാമത്തെ നിയമം എന്താണ്? കാർഷിക വില ഉറപ്പ് കാർഷിക സേവന നിയമം, ശാക്തീകരണവും സംരക്ഷണവും എന്നാണ് നിയമത്തിന്റെ പേര്. ഫാമേഴ്സ് എംപവർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗ്രിമെന്റ് ഓഫ് പ്രൈസ് അഷ്വറൻസ് ഫാം സർവീസസ് ആക്ട് 2020. അപ്പോ ഈ നിയമം കർഷകർക്ക് കരാർ കൃഷിയിൽ ഏർപ്പെടുന്നതിനുള്ളതാണ്, കോൺട്രാക്ട് ഫാമിങ്ങിനുള്ളതാണ്. അതിനുള്ള വ്യവസ്ഥകളാണ് രണ്ടാമത്തെ നിയമം. കോൺട്രാക്ട് ഫാമിംഗ്, കരാർ ഫാം കൃഷി. എന്താണ് കരാർ കൃഷി? വ്യാപാരികളോ കമ്പനികളോ കർഷകരുമായി നിശ്ചിത വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കൃഷി ഇറക്കുന്നതിന് മുമ്പ് തന്നെ കരാറിൽ ഏർപ്പെടുകയാണ്. അതായത് ഒരു കർഷകൻ കൃഷി ചെയ്യുന്നതിന് മുമ്പ് കമ്പനി പോയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഉൽപ്പന്നം ഞാൻ വാങ്ങുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, മൂച്ചി പൂക്കുമ്പോ തന്നെ കരാറുകാരൻ വരും, അല്ലെങ്കിൽ പുളി പൂക്കുമ്പോ തന്നെ കരാറുകാരൻ വരും. എന്നിട്ട് ആ മരം നോക്കിയിട്ട് അവർ പുളി വാങ്ങുകയാണ്. അവിടെ പുളിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോഴും, അല്ലെങ്കിൽ മാങ്ങ ഉണ്ടായിട്ടില്ല, അതിന് മുമ്പ് തന്നെ വ്യാപാരി വന്നത് വാങ്ങും. അതുപോലെയുള്ള കരാർ കൃഷിയാണ്. നെൽകൃഷി വിത്തിറക്കുന്നതിന് മുമ്പ് തന്നെ കമ്പനി കൃഷിക്കാരനുമായിട്ട് കരാറിൽ ഏർപ്പെടുകയാണ്. ഈ കൃഷി ചെയ്ത നെല്ലിന് ഇത്ര പൈസ തരാം എന്ന് പറഞ്ഞ് കരാറിൽ ഏർപ്പെടുകയാണ്. അത് ആ ഉൽപ്പന്നം ഇത്ര രൂപയ്ക്ക് വാങ്ങിക്കൊള്ളാം എന്നാണ് കരാർ. അതിനെയാണ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു തരത്തിലുള്ള എഗ്രിമെന്റിനെ കുറിച്ചും നിയമം പറയുന്നുണ്ട്, പ്രൊഡക്ഷൻ എഗ്രിമെന്റ്. അതിലെ കൃഷിയുടെ എല്ലാ സംഗതികളും കമ്പനിയാണ് ചെയ്യുന്നത്. വിത്ത് കൊടുക്കലും വളം കൊടുക്കലും യന്ത്ര സാമഗ്രികൾ കൊടുക്കലും ഉപദേശം കൊടുക്കലും, എന്ത് വിത്താണ് വിതയ്ക്കേണ്ടതെന്നും എന്ത് വിളയാണ് വിളയിക്കേണ്ടതെന്നും എന്ത് ധാന്യമാണ് വിളയിക്കേണ്ടതെന്നും ഒക്കെ ഉള്ളത്. അതിലെ കർഷകൻ നൽകുന്ന സർവീസിന് മാത്രം അയാൾക്ക് പണം കൊടുക്കുന്നു, ഉൽപ്പന്നത്തിന്റെ വില പോലുമല്ല. ഇങ്ങനെ രണ്ടു തരത്തിൽ കരാർ കൃഷിയിൽ ഏർപ്പെടാമെന്ന്. ഇതിലെ അപ്പൊ ഏത് വിള ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കേണ്ട ഗുണനിലവാരങ്ങൾ, നെല്ലിന് എത്ര വലിപ്പം ഉണ്ടാവണം, ഏത് നിറം ഉണ്ടായിരിക്കണം എന്ന് തുടങ്ങിയിട്ട് നെല്ലില് യൂറിയയുടെ അവശിഷ്ടം ഇത്ര അളവിൽ കൂടുതൽ ആവാൻ പാടില്ല, അല്ലെങ്കിൽ പെസ്റ്റിസൈഡിന്റെ അളവ് അവശിഷ്ടം ഇത്ര അളവിൽ കൂടുതലാവാൻ പാടില്ല എന്ന് വരെ കരാറിൽ കമ്പനികൾക്ക് എഴുതി ചേർക്കാം. എല്ലാം അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ആ അഗ്രിമെന്റിൽ എഴുതി ചേർക്കാം. ഈ കരാറിൽ പറഞ്ഞിട്ടുള്ള ഗുണനിലവാരമുള്ള ഉൽപ്പന്നം കർഷകൻ കൊണ്ടുവന്നാൽ മാത്രമേ കരാറിൽ ഏർപ്പെട്ട കമ്പനിക്ക് അത് വാങ്ങേണ്ടതുള്ളൂ. അതായത് വിതയ്ക്കുന്നതിനും കൊയ്യുന്നതിനും ഇടയിൽ കൃഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, കൃഷിനാശം സംഭവിച്ചാൽ അതിന് കർഷകൻ മാത്രമാണ് ഉത്തരവാദി, കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. എല്ലാം കഴിഞ്ഞ് കൃഷി ചെയ്ത ആ ഉൽപ്പന്നം കൊണ്ട്, നെല്ലും കൊണ്ട് വന്നാല് അതിൽ ഞാൻ പറഞ്ഞ എല്ലാ ഗുണനിലവാരം, കരാറിൽ പറഞ്ഞ എല്ലാ ഗുണനിലവാരങ്ങളും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വാങ്ങും. അതല്ലെങ്കിൽ ഞാൻ ആ ഉൽപ്പന്നം റിജക്ട് ചെയ്യും, വാങ്ങില്ല. അപ്പൊ എന്താണ് അവിടെ വരുന്നത്? ഇത് കൊയ്ത്ത് കാലത്ത് ഉൽപ്പന്നങ്ങളുടെ വില വിപണിയിൽ കുറയുകയാണെങ്കിൽ കരാറിൽ ഏർപ്പെട്ട കമ്പനിക്ക് കൃഷിക്കാരനോട് വളരെ ലളിതമായി, വളരെ എളുപ്പത്തിൽ പറയാം, ഇന്നെന്റെ ഗുണനിലവാരം കമ്മിയായതുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ട് ഈ ഉൽപ്പന്നത്തിനെ ഞാൻ വാങ്ങില്ല. കൃഷിക്കാരനോട് ഒന്നും ചെയ്യാനില്ല, കാരണം കോടതിയിൽ പോകാൻ വഴിയില്ല. അപ്പൊ എന്താ വരുന്നത്? ഓക്കെ, ഈ ഉൽപ്പന്നം വാങ്ങാതിരിക്കുന്നതിന് വരെ അതിൽ പറഞ്ഞ വില കുറച്ച് വാങ്ങിക്കാം. ഇങ്ങനെയാണ് ബാർഗൈനിങ് വരിക കൃഷിക്കാരനുമായിട്ട്. അതായത് കരാർ കൃഷിയിലെ എന്തൊക്കെ എഴുതി ചേർക്കാൻ പറ്റുമോ അതെല്ലാം എഴുതി ചേർക്കാനുള്ള വ്യവസ്ഥയുണ്ട്. കരാർ കൃഷിയിലെ ഈ ഏകപക്ഷീയത കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണവുമില്ലാതെ മാത്രമുള്ള ഏറ്റവും അപകടം പതിയിരിക്കുന്ന ഒരു സംവിധാനവുമാവും. പക്ഷെ അതിന് വേറെ വഴിയുണ്ടാവില്ല. കാരണം എന്താണ്? കരാറിൽ ഏർപ്പെടുന്ന കമ്പനികളായിരിക്കും, കുത്തക കമ്പനികളായിരിക്കും, അല്ലെങ്കിൽ വ്യാപാരികളായിരിക്കും ഏത് കൃഷി ചെയ്യണമെന്നും ഏത് വിള ചെയ്യണമെന്നും ഏത് സമയത്ത് ചെയ്യണമെന്നും എന്തൊക്കെ ഗുണനിലവാരം അതിലുണ്ടാവണമെന്നും ഒക്കെ നിശ്ചയിക്കുന്നത്. ഈ കരാർ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി അവർക്ക് കർഷകരെ സമ്മർദ്ദത്തിലാഴ്ത്തി വില കുറഞ്ഞ് ഉൽപ്പന്നം വാങ്ങാൻ. ഈ വിളകളാകട്ടെ കയറ്റുമതിയുമായിട്ട് ആണ് കൂടുതൽ ശ്രദ്ധാകേന്ദ്രം എന്നുള്ളത് കൊണ്ട് അതിന് പറ്റിയ വിളകളായിരിക്കും നമ്മൾ കർഷകരോട് ഇവര് വിതയ്ക്കാൻ പറയുന്നത്. ആത്യന്തികമായി
കോൺട്രാക്ട് ഫാമിംഗ് അല്ലെങ്കിൽ കരാർ കൃഷി കൃഷിക്കാരനെ അവന്റെ തന്നെ നിലത്തിൽ കർഷക തൊഴിലാളിയാക്കി കോൺട്രാക്ട് ലേബറായി പരിവർത്തനം ചെയ്തു. അതിലെ ഗുണനിലവാരത്തെ കുറിച്ച് കരാറിൽ എന്തൊക്കെ ഗുണനിലവാരങ്ങളാണ് ഏർപ്പെടുത്താൻ കഴിയുക കമ്പനിക്ക് എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നിയമത്തിൽ പറയുക. ഉദാഹരണത്തിന് ക്ലാസ് 4 പറയുന്നുണ്ട്, the parties entering into farming agreement may identify and require as a condition for the performance of such agreement compliance with mutually acceptable quality, grade and standards of a farming produce. ഗുണനിലവാരവും അതിന്റെ ഗ്രേഡ് എന്തായിരിക്കണമെന്നും മറ്റ് പല പാരാമീറ്റേഴ്സും പറയാം. അതുപോലെ ക്വാളിറ്റി, ഗ്രേഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ, കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ അഥവാ പച്ചക്കറിയിലോ നെല്ലിലോ ഒക്കെ ഉണ്ടെങ്കിൽ എത്രത്തോളം ആവാം എന്നതിനെ കുറിച്ച്, അത് എത്രയാണ് അതിന്റെ അളവ് എന്നതിനെ കുറിച്ച്. ഗുഡ് ഫാമിംഗ് പ്രാക്ടീസ് വളരെ രസകരമായിട്ടുള്ള ഗുഡ് ഫാമിംഗ് പ്രാക്ടീസ് ആർക്കാണ് അറിയുന്നത്? കർഷകനെ സംബന്ധിച്ച്. അപ്പോ ഇന്ന രീതികൾ ഉപയോഗിച്ചില്ല എന്ന് മാത്രം പറഞ്ഞ് കർഷകന്റെ ഉൽപ്പന്നത്തെ വാങ്ങുന്നതിന് വിസമ്മതിക്കാം, അല്ലെങ്കിൽ വില പേശുന്നതിന് വേണ്ടിയുള്ള ടാക്ടിക്സ് ആയി ഉപയോഗിക്കാം. വളരെ കൃത്യമായിട്ട് ബില്ല് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്പോൺസർ മേ ബിഫോർ അക്സെപ്റ്റിംഗ് ദ ഡെലിവറി ഓഫ് എനി ഫാമിംഗ് പ്രോഡക്റ്റ് ഇൻസ്പെക്ട് ദ ക്വാളിറ്റി or any other feature of such produce as specified in the agreement. വളരെ കൃത്യമാണ്. അപ്പൊ ഈ ഈ കോൺട്രാക്ട് ഫാമിംഗിൽ, ഈ കരാർ കൃഷിയില് കർഷകൻ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത, യാതൊരു ബാർഗൈനിങ് പവറും ഇല്ലാത്ത ഒരു സ്ഥാനത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അതില് സംസ്ഥാനങ്ങൾക്ക് ഇനി കർഷകരുടെ രക്ഷയ്ക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചെയ്യാൻ കഴിയാത്ത വിധം ഈ നിയമത്തെ സംസ്ഥാനത്തെ നിയമത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാക്കിയിരിക്കുകയാണ്. അതായത് കോൺട്രാക്ട് ഫാമിംഗിൽ വരുന്ന അഗ്രിമെന്റ് ഫാമിംഗ് പ്രകാരം വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന നിയമങ്ങൾക്ക് യാതൊരു തരത്തിലും അധികാരമില്ല എന്ന് ക്ലാസ് 7.1 പറയുന്നതാണ്. വേർ എ ഫാമിംഗ് അഗ്രിമെന്റ് ഹാസ് ബീൻ എന്റേർഡ് ഇൻടു ഇൻ റെസ്പെക്ട് ഓഫ് എനി ഫാമിംഗ് പ്രൊഡ്യൂസ് അണ്ടർ ദിസ് ആക്ട്, such produce shall be exempt from the application of any state act by whatever name it is called. വളരെ ഡിസ്മിസീവ് ആണ് ബില്ലിൽ. Established for this purpose of regulation of sale and purchase of farming produce. എന്ത് സംസ്ഥാനത്തെ കൃഷിയെ സംബന്ധിച്ച ഒരു നിയമങ്ങളും കോൺട്രാക്ട് ഫാമിംഗിൽ ഏർപ്പെട്ട ഈ കർഷകനും കമ്പനിയുമായിട്ട് ചെയ്ത ആ കരാറിനെ ബാധിക്കുന്നതല്ല, അപ്ലിക്കബിൾ അല്ല. അതുമല്ല, മറ്റൊരു പ്രചാരണം എന്താണ്? ഇടനിലക്കാരെ ഒഴിവാക്കാനാണ് ഇത് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നിയമം ഇടനിലക്കാരെ ഒഴിവാക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഒന്നാമത്, കോർപ്പറേറ്റ് കമ്പനി എന്നുള്ള വളരെ ശക്തരായ ഇടനിലക്കാർ വരുന്നു, അതൊന്ന്. മറ്റൊന്ന്, സേവനദാതാക്കൾ, അഗ്രിഗേറ്റേഴ്സ്, ഫാം സർവീസ് പ്രൊവൈഡേഴ്സ് എന്നൊക്കെയുള്ള പേരിലെ മറ്റ് ഇടനിലക്കാര് ഈ അഗ്രിമെന്റിലെ, ഫാമിംഗ് അഗ്രിമെന്റിലെ കയറി വരികയും ചെയ്യുന്നു. ഉൾപ്പെടുത്താമെന്ന് ബില്ല് തന്നെ വ്യവസ്ഥ വയ്ക്കുന്നു. അതായത് ഈ ഇടനിലക്കാരായിരിക്കും, അല്ലാതെ കോർപ്പറേറ്റ് കമ്പനി എല്ലാം നേരിട്ട് കർഷകരുമായിട്ട് ഇടപാട് നടത്താൻ പോകുന്നത്. ഈ ഇടനിലക്കാർ, ഈ അഗ്രിഗേറ്റേഴ്സ്. കാരണം 1000 കർഷകരുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഇത് ശേഖരിക്കാനല്ല കോർപ്പറേറ്റിന് താല്പര്യം. അതുകൊണ്ട് നിലവിലുള്ള ഇടനിലക്കാരെ കോർപ്പറേറ്റ് കമ്പനികളുടെ അഗ്രിഗേറ്റേഴ്സും ഫാം പ്രൊഡ്യൂസ് സർവീസ് പ്രൊവൈഡേഴ്സും ഒക്കെ മാറുകയും അതേ ഇടനിലക്കാരെ കൂടുതൽ ശക്തരായി തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത് കോൺട്രാക്ട് ഫാമിംഗ്. അത് വളരെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ക്ലാസ് 10, save as otherwise provided in this act, an aggregator or farm service provider may become a party to the farming agreement. അപ്പൊ ഈ ഇടനിലക്കാരെ ഒഴിവാക്കുക എന്നുള്ളത് കംപ്ലീറ്റ് ബോഗസ് ആണ്, ഒരു ഐവാഷ്. കർഷകന്റെ സ്വാതന്ത്ര്യം പോലെ തന്നെ അങ്ങനെ ഒരു സംഗതി ഇല്ല, അത് പേപ്പറിൽ മാത്രം. ഇതൊന്നും പോരാണ്ട് കമ്പനി അവശ്യ സാധന നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കൂടി മുക്തമാക്കുകയാണ്. നേരത്തെ പറഞ്ഞ മാതിരി എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ടിനെ അതിന്റെ പരിധിയിൽ നിന്നും കൂടി ഒഴിവാക്കുകയാണ്.
അതായത് കൂടടയ്ക്കാനുള്ള അവകാശം പോലും കോഴികളിൽ നിന്ന് എടുത്തു മാറ്റി എല്ലാ അവകാശവും പരിരക്ഷയും കുറുക്കന് കൊടുത്ത ശേഷം കോഴികളോട് ഗർവാണം പറയുകയാണ്. എന്താണ്? നിന്നെ കൂട്ടിലടച്ചു വെക്കാതെ കുറുക്കന്റെ ഭക്ഷണമാകാനുള്ള സർവ്വ സ്വാതന്ത്ര്യം നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഫലത്തിൽ സംഭവിക്കുന്നത്. ഈ കുറുക്കന് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെയാണ് പലരും ഒന്നും അറിയാതെ കോഴിയുടെ അക്കൗണ്ടിലാക്കി ആഘോഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി സ്വാതന്ത്ര്യം കുറുക്കനാണ്. ഇങ്ങനെ കോർപ്പറേറ്റുകൾക്ക് ഭക്ഷണമാകാനുള്ള സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെക്കുന്നത് കർഷകർക്ക് എന്തോ ഭീമമായ നഷ്ടമാണ് എന്നാണ് ചിലർ ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഇവർ പറയുന്നത്? അപ്പൊ ഈ മൂന്നാമത്തെ നിയമത്തിലെ അവശ്യ സാധന ഭേദഗതി നിയമത്തിലെ എസൻഷ്യൽ കമോഡിറ്റി ആക്ട്സിലെ നേരത്തെ പറഞ്ഞ മാതിരി നാം വിചാരിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവശ്യ വസ്തു എന്നാണ്. പക്ഷെ സർക്കാർ പറയുന്നത് അങ്ങനെ അല്ല എന്നാണ്. ഭക്ഷണം അവശ്യ വസ്തു അല്ല എന്നാണ്. ഈ വിചിത്ര നിയമം അവശ്യ സാധന നിയമത്തെ റദ്ദ് ചെയ്യുകയാണ്. നിലവിലുള്ള 1955 അവശ്യ സാധന നിയമത്തെ എസൻഷ്യൽ കമോഡിറ്റി ആക്ടിനെ റദ്ദ് ചെയ്യുകയാണ് പ്രായോഗികമായി. പുതിയ നിയമം പ്രധാന ഭക്ഷണ വസ്തുക്കൾ എന്താണ്? അരി, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങള്, ഭക്ഷ്യ എണ്ണ, ഉള്ളി, പൊട്ടറ്റോ, ഇതൊക്കെ ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ അവശ്യ സാധന ലിസ്റ്റിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. വേറെ ഏതാ അവശ്യ വസ്തുവായിട്ടുള്ളത്? അപ്പൊ ഏറ്റവും അവശ്യ വസ്തുക്കളായിട്ടുള്ള സാധനം. കാരണം എന്താണ്? ഈ ധാന്യങ്ങളിലും ഈ തരം വസ്തുക്കളിലുമാണ് കോർപ്പറേറ്റ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ സാധനങ്ങൾക്കാണ് വിദേശ മാർക്കറ്റിൽ ആവശ്യമുള്ളത്. അതുകൊണ്ട് അവശ്യ വസ്തുവിന്റെ ലിസ്റ്റിൽപ്പെട്ടാൽ എന്താണ്? ഇപ്പോഴത്തെ പഴയ നിയമപ്രകാരം നിലവിലുണ്ടായിരുന്ന 1955 നിയമപ്രകാരം ഒരു പരിധിയിൽ കൂടുതൽ ഈ അവശ്യ വസ്തുക്കളൊന്നും ആർക്കും ശേഖരിക്കാൻ അവകാശമില്ല. അത് പൂഴ്ത്തിവെപ്പാവും. അപ്പൊ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു 1955 അവശ്യ സാധന നിയമം. ആ നിയമത്തെയാണ് അതൊരു പരിധിയിൽ കൂടുതൽ ശേഖരിച്ചു വെക്കാതെ പൂഴ്ത്തിവെപ്പലും കരിഞ്ചന്തയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആ നിയമങ്ങളെയാണ് ഈ പുതിയ അവശ്യ വസ്തു നിയമ ഭേദഗതി റദ്ദ് ചെയ്യുന്നത്. ഇനി കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പും കോർപ്പറേറ്റുകൾക്ക് നിയമവിധേയമാക്കി കൊടുത്തിരിക്കുകയാണ് ഈ നിയമം. അവശ്യ സാധന നിയമപ്രകാരം ഗവൺമെന്റിന് ഇടപെടാൻ ഇനി ആകെ 2 അവസരങ്ങളാണ് അതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ യുദ്ധമാണ്, അല്ലെങ്കിൽ ഫാമിനാണ്. ഇത് രണ്ടും അല്ലാതെ അമിതവില സാധനങ്ങൾക്കായാൽ ഈ നിയമം ഉപയോഗിക്കാവുന്നൊരു വ്യവസ്ഥയുണ്ട്. പക്ഷെ അതിലെ വിശദാംശങ്ങൾ വളരെ രസകരമാണ്. കഴിഞ്ഞ 12 മാസങ്ങൾക്കുള്ളിൽ ശരാശരി വില 50% മുകളിലാണെങ്കിൽ മാത്രമേ ഇടപെടാൻ പറ്റൂ. അതായത് മൂവിംഗ് ആവറേജ് 50% കുറവാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര വരെ വേണമെങ്കിലും ഈ അവശ്യ സാധനങ്ങളുടെ വില കൂട്ടാമെന്നർത്ഥം. അതുപോലും ഒഴിവാക്കുന്ന 2 കേസുകൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, കമ്പനികൾക്ക് അവരുടെ വെയർഹൌസിലെ അല്ലെങ്കിൽ പ്രോസസിംഗ് പ്ലാന്റിലെ എത്ര സംഭരണ ശേഷിയുണ്ടോ അതുവരെ സംഭരിക്കുന്നതിന് ഒരു വിരോധമില്ല. അതാരും തടയരുത്. ഈ അവശ്യ സാധന നിയമം ഉപയോഗിച്ചൊന്നും അവർക്ക് എത്ര വലിയ ഗോഡൌൺ ഉണ്ടോ അത് മുഴുവൻ, എത്ര വലിയ പ്ലാന്റ് ഉണ്ടോ അത് മുഴുവൻ ശേഖരിക്കാവുന്നതാണ്. അതുവരെ ഒന്നും പറയരുത്. അതുപോലെ തന്നെ കയറ്റുമതിക്കാരാണെങ്കിൽ എത്ര കയറ്റുമതി ചെയ്യുന്നുണ്ടോ അത്രയും സംഭരിക്കാം. അപ്പോഴും ഈ നിയമം ബാധകമല്ല. ഈ രീതിയിൽ ഏതൊക്കെ രീതിയിൽ കോർപ്പറേറ്റിനെ സഹായിക്കാമോ ആ രീതിയിലൊക്കെ എല്ലാ തടസ്സങ്ങളും നീക്കുന്ന രീതിയിലാണ് അവശ്യ സാധന നിയമത്തിന്റെ എല്ലാ പരിധികളെയും റദ്ദ് ചെയ്തിരിക്കുന്നത്. എല്ലാ അവശ്യ സാധനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും അവശ്യ വസ്തുക്കളെ ആയ ഭക്ഷണ പദാർത്ഥങ്ങളെ മാറ്റിക്കൊണ്ട്. അപ്പോ ഇപ്പൊ പെട്രോൾ വില കൂടുന്ന മാതിരി ദിവസവും പെട്രോൾ വില കൂടുന്നത് പോലെ ഇനി അരിയും പച്ചക്കറിക്കും ഒക്കെ ദിവസം തോറും വില കൂടുന്ന അച്ചാദിൻ തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കാരണം അത് അവശ്യ വസ്തുക്കളിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടി പ്രൈസ് കൺട്രോൾ, വില നിയന്ത്രണം സാധ്യമാകാതെയാവും. സർക്കാരുകൾക്ക് അതിൽ ഇടപെടാൻ കഴിയാതെ വരും. അപ്പോ ഈ രീതിയിലെ കോർപ്പറേറ്റ് കമ്പനികളെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അവശ്യ സാധന വസ്തുക്കളെ തന്നെ മാറ്റിക്കൊണ്ട്. ഇത് ഭക്ഷ്യ സുരക്ഷയെ അപകടത്തിലാക്കുന്ന ഏറ്റവും മാരകമായ ബില്ലാണ് ഈ അവശ്യ സാധന നിയമങ്ങൾ വരുത്തിയിട്ടുള്ള ഈ ബിൽ. കയറ്റുമതിക്ക് വേണ്ടി ഭക്ഷ്യധാന്യങ്ങൾ വൻതോതിൽ ശേഖരിക്കപ്പെടുകയും
ആഭ്യന്തര വിപണിയിൽ ലഭ്യമാവാതെ വരുന്ന സ്ഥിതിയിൽ വിലക്കയറ്റം മാത്രമല്ല രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിലേക്ക് കൂടി രാജ്യം വഴുതി വീഴും. അതായത് ജനങ്ങളുടെ വിശപ്പിനെ വിറ്റുപോലും ലാഭം കൊയ്യാനുള്ള പൂർണ്ണ ലൈസൻസ് കൊടുക്കുകയാണ് സർക്കാർ കോർപ്പറേറ്റുകൾക്ക്. അവരുടെ നിർബാധമുള്ള തേർവാഴ്ചയ്ക്ക് ആരും ഒന്നും തടസ്സമാവുകയില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഈ കാർഷിക നിയമങ്ങളുടെ ലക്ഷ്യം. ഈ പുതിയ സുവർണാവസരം തേടിയിട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിൽ മാത്രം 50-ലേറെ കാർഷിക ഉൽപ്പന്ന കമ്പനികളാണ് ഇന്ത്യയിൽ മുളച്ചു പൊന്തിയിട്ടുള്ളത്. അഗ്രോ കോർപ്പറേറ്റ്സിന്റെ ലിസ്റ്റ്, കമ്പനി രജിസ്റ്റർ ചെയ്ത ലിസ്റ്റ് ഓഫ് കമ്പനീസ് നോക്കിയാൽ അറിയാം. 50-ലേറെ കമ്പനികളാണ് അഗ്രോ ഇൻഡസ്ട്രിയിൽ മാത്രം, കാർഷിക മേഖലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മിക്കവാറും 2018-2019 ഇടയിൽ. അതിൽ ബഹുഭൂരിപക്ഷവും റിലയൻസും അദാനിയും പതഞ്ജലിയുമാണ്. ഇപ്പൊ നമുക്ക് കാര്യങ്ങളുടെ കിടപ്പ് ഏതാണ്ട് ബോധ്യമാവും. അവര് കാർഷിക മേഖലയിലെ കമ്പനികൾ രൂപീകരിക്കുകയാണ്. നിയമം വരും എന്ന് നേരത്തെ കാലേക്കുട്ടി തന്നെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടാണ് ഈ നിയമം ഉണ്ടാക്കുന്നത് തന്നെ. അതായത് ഇന്ത്യയിലെ കർഷകർക്ക് വളരെ വില കുറഞ്ഞു കൊടുത്തുകൊണ്ട് യഥേഷ്ടം കയറ്റുമതി ചെയ്ത് ലാഭം കൊയ്യാനുള്ള ഈ അവസരം അത് ആഭ്യന്തര കുത്തകകളും മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ വിദേശ കമ്പനികളും പാഴാക്കുന്നില്ല. ഇത് വിപണിയെ ഈ കുത്തക മുതലാളികൾക്ക് വിഹരിക്കാനുള്ള വേദിയാക്കുന്നതിന് എന്തുപായങ്ങളും സർക്കാരും വളരെ കൃത്യമായിട്ടും കോർപ്പറേറ്റുകളുടെ ഒപ്പം നിന്നുകൊണ്ട് ചെയ്യുന്നത്. അത് സ്വന്തം ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ടാണെങ്കിൽ പോലും ശരി. പുതിയ കർഷക നിയമങ്ങളും ഇത്തരത്തിൽ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് പൂർണ്ണമായും എഴുതിക്കൊടുത്ത് പിൻവാതിൽ ഇടപാടുകൾക്കുള്ള കളമൊരുക്കലാണ്. ഈ കാപട്യവും കുടിലതയും തുറന്നു കാണിക്കുക എന്നതാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. കർഷകരുടെ മാത്രമല്ല സാമാന്യ ജനങ്ങളുടെ തന്നെ അതിജീവനത്തെയാണ് നിയമം വെല്ലുവിളിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തുറന്നു കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കർഷക സമരത്തിന് സകല ജനവിഭാഗങ്ങളുടെയും ശക്തമായ പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം അതിശക്തമായ ബഹുജന പ്രതിരോധ മുന്നേറ്റത്തിലൂടെയാണ് ഈ ജനവിരുദ്ധ നിയമങ്ങളെ പൂർണ്ണമായും പിൻവലിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തു പകരേണ്ടത്. ഈ ഐതിഹാസിക സമരത്തിന്റെ മുന്നിൽ പടനയിക്കുകയാണ് കർഷകർ. അവരുടെ പിന്നിൽ അണിനിരക്കേണ്ടത് രാജ്യത്തെ ഓരോ പൗരന്റെയും ചുമതലയാണ് എന്നതാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. ഈ കാർഷിക നിയമങ്ങളുടെ വരുംവരായികളെ കുറിച്ചും അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചും ഈ പറയുന്ന സ്വാതന്ത്ര്യം എന്നത് ബോഷ്ക്കും ഐവാഷുമാണെന്ന്, അങ്ങനെ വെറും കടലാസിൽ മാത്രം കിടക്കുന്നതാണെന്നും യഥാർത്ഥ സ്വാതന്ത്ര്യം കോർപ്പറേറ്റുകൾക്ക് കർഷകരെ ചൂഷണം ചെയ്യാനുള്ളതാണെന്നും എന്നുള്ള ഇതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി കൊടുക്കണം.